Hi everyone, welcome to another session of Uplifting Souls. ഇന്ന് കുറച്ച് വോയിസിനൊക്കെ ഇഷ്യൂ ഉണ്ട്. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. എല്ലാവരും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു സൗണ്ട് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഐ എം ട്രൈങ് മൈ ബെസ്റ്റ്. സോ ഐ ഹോപ്പ് എന്നെ കാണുന്നവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേര് നമ്മുടെ സൗണ്ട് എല്ലാം ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് യാ, once again welcome to another session of Uplifting Souls. In നമ്മുടെ Uplifting Soulsൽ I'm so happy to do this session again because നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പം we were not in a plan that like നമ്മളിത് തുടങ്ങിയപ്പം ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. ബട്ട് ഇറ്റ് വിത്ത് ലൈക്ക് അത് ദൈവത്തിന്റെ ഒരു ഹിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇറ്റ് വാസ് സച്ച് എൻ ലൈക്ക് ഒരു ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു ഫസ്റ്റ് പാർട്ടിന് കിട്ടിയത്. ദാറ്റ് lots and lots of കുറേ young parents നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I got mails and messages saying that it was really helpful. അപ്പം to be a part where കുറച്ച് ആൾക്കാർക്ക് അവരുടെ ഡൗട്ടുകളും അത് നമ്മൾ ബിബ്ലിക്കൽ ബേസിൽ പറയാന്നുള്ളത് വലിയ കാര്യമാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സെലിൻ, ഡോക്ടർ സെലിൻ ആണ്. താങ്ക് യു അഗെയിൻ ഫോർ ജോയിനിങ് വിത്ത് മീ. കാരണം ഫസ്റ്റ് ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞു ലൈക്ക് ഓക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ വിളിച്ചോണ്ട് വന്നതാണ്. പക്ഷേ അന്ന് കൊണ്ട് തീർക്കാതെ ഇന്നും നമ്മൾ വിളിച്ചോണ്ട് വരികയാണ്. ഐ നോ ഷീ ഈസ് വെരി ബിസി ലേഡി, ബട്ട് താങ്ക്സ് ഫോർ ഡൂയിങ് ദിസ് അനദർ സെഷൻ. ബിക്കോസ് നമ്മൾ കുറേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേ ന്യൂ ജനറേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ എന്താ പറയാ, നമ്മൾ ആൾക്കാരൊക്കെ പറയത്തില്ലേ ഇപ്പോഴത്തത് ന്യൂ ജനറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അത്, പക്ഷേ അത് അവരൊരു ജനറേഷൻ ആണ്. അവരാണ് നമ്മുടെ ജനറേഷൻ. അവരിൽ നിന്നാണ് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ വരുന്നത്. അവരാണ് നമ്മുടെ പ്രസന്റ് ജനറേഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കുറെ ആൾക്കാരുടെ ഡൗട്ടുകളായിരുന്നു പേരന്റിങ് ബേസ്ഡ്. അതായത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ആം ഐ റിയലി എ ഗുഡ് മോം, അല്ലെങ്കിൽ ഞാനൊരു പെർഫെക്റ്റ് മോം ആണോ, അല്ലെങ്കിൽ ആം ഐ റിയലി എ ഗുഡ് പേരന്റ് എന്നൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസിന് ഒരു ഉത്തരവായിരുന്നു first session. And again we are here with lots and lots of other questions. നമ്മൾ ഇതിന് 2 ദിവസം മുമ്പേ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ കുറെ ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് അയച്ചു തന്നു. ലാസ്റ്റ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നുണ്ട്. സോ യാ, thank you Selin Chichi for joining with me today. How are you today? I'm doing well, Steffi. Thank you for allowing me to come again. It is such an honor and pleasure to talk about this important topic. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇത് കേട്ട് ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും, കേട്ടവർക്കും, ഇത് ഹെൽപ്ഫുൾ ആയവർക്കും പ്രത്യേകം അതിന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനും നന്ദി. വെരി റെലവന്റ് ക്വസ്റ്റ്യൻസ്. Yeah, that is correct actually. കാരണം നമ്മള് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ലൈവ് ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ലൈക്ക് റെയർലി ഹാപ്പൻസ്. കാരണം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലാണ് ആൾക്കാര് നേരത്തെ പ്രിപ്പയർ ചെയ്തൊക്കെ വരുന്നതാണ്. പക്ഷേ യു ആർ റിയലി റെഡി ടു ആൻസർ എവറി ക്വസ്റ്റ്യൻസ് വിച്ച് നമുക്ക് ലൈവ് സെഷനിൽ കിട്ടിയ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ യു ആർ റെഡി. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. ഞാനൊരു ഹെഡ്സപ്പ് ഒന്നും തന്നില്ല, നമ്മളോട് ആൾക്കാർ വന്ന് ചോദിക്കുന്നതിനെല്ലാം അപ്പം തന്നെ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പം നമുക്കിന്ന് ഇൻട്രോ വേണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് നമ്മുടെ പാർട്ട് 1 കണ്ടവർക്കെല്ലാം അറിയാം സെലിൻ ചേച്ചിനെ കുറിച്ച്. സോ ലെറ്റ്സ് ഗോ ഡയറക്ട്ലി ടു ദ ക്വസ്റ്റ്യൻസ്. അതായത് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്സിക് പേരന്റിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് വെരി ലൈക്ക് ഈ ഒരു ടൈമിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് വാട്ട് ഓൾ ഷുഡ് പേരൻസ് ഡു ടു അവോയ്ഡ് ജെൻഡർ ബയാസ്? ജെൻഡർ ബയസ് അവോയ്ഡ് ചെയ്യാൻ പേരൻസ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. That's a great question. എനിക്കറിയില്ല ഏഷ്യൻ കൾച്ചേഴ്സിൽ ഇപ്പം ലൈക്ക് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റേൺ കൾച്ചേഴ്സിൽ എങ്ങനെയായത്. മിഡിൽ ഈസ്റ്റേൺ കൾച്ചറിൽ കുറച്ചും കൂടെ ഇറ്റ് മേ നോട്ട് ബി ദാറ്റ് വിസിബിൾ. പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൽ ജെൻഡർ ഫ്ലൂയിഡിറ്റി ഭയങ്കര വിസിബിൾ ആണ് ഇപ്പം. പ്രത്യേകിച്ച് LGBTQ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയുടെയും വിസിബിലിറ്റി കാരണം ജെൻഡർ ന്യൂട്രാലിറ്റി ഓർ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഭയങ്കര പോപ്പുലർ ആയിട്ട് വരികയാണ് ആൾക്കാരുടെ ഇടയ്ക്ക്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി റെലവെന്റ്
for all of us, not just for Christians, but also for everyone, actually, irrespective of religion, because people are talking about it a lot. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പാരന്റിങ്ങിനെ പറ്റി, പല കോംപ്ലക്സ് ഇഷ്യൂസ് നമ്മുടെ ഡിസ്കഷനിൽ വന്നായിരുന്നു. അപ്പം അത് ക്ലിയർ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പാരന്റിങ് എന്ന് പറയുന്നത് ഒരു വളരെ ഡോണ്ടിങ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. എപ്പോഴും വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ കോംപ്ലക്സ് ആയിരിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളും കോംപ്ലക്സ് ആണ്, റൈറ്റ്? അപ്പോൾ ജെൻഡർ ബയസ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ കോംപ്ലക്സ് ഇഷ്യൂ. അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഒരു കൺസെപ്റ്റ് ആണ് ജെൻഡർ ബയസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ അത് പല വർഷങ്ങളായിട്ട്, മേ ബി സെഞ്ചുറീസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, ആൺകുട്ടികൾക്ക് മോർ വാല്യൂവും പെൺകുട്ടികൾക്ക് കുറച്ച് വാല്യൂവും, പെൺകുട്ടികളെ കെട്ടിച്ച് വിടുക, ഈവൻ ദാറ്റ് കോൺസെപ്റ്റ്, കെട്ടിച്ച് വിടുക. പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോഴുള്ള ആ കണ്ണുനീരും, കാരണം അവര് വീടിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്, ഹസ്ബൻഡിന്റെ ലാസ്റ്റ് നെയിം അഡോപ്റ്റ് ചെയ്യുന്നു. ആ ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പം ആൾക്കാർക്ക് ഒത്തിരി സന്തോഷമില്ല, കാരണം സ്ത്രീധനം കൊടുക്കണം, പെൺകുട്ടികൾ എക്സ്പെൻസീവ് ആണ്. അങ്ങനെയൊക്കെയുള്ള പല പല കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചിന്തകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇറ്റ്സ് എ സോഷ്യലി കൺസ്ട്രക്റ്റഡ് തിങ്. അത് ആക്ച്വലി ബിബ്ലിക്കലി ഗ്രൗണ്ടഡ് അല്ല, അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പൊ ഈ സൊസൈറ്റിയിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, റൈറ്റ്? അപ്പം ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി, ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദിസ് ക്വസ്റ്റ്യൻ, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം ജെൻഡർ ബയസിനെ പറ്റി ചിന്തിക്കുന്നത്, ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദാറ്റ് തിങ്കിങ് റൈറ്റ് ദെയർ. കാരണം പലപ്പോഴും ഇതൊരു അൺകോൺഷ്യസ് ആക്ഷനാണ്. ഓക്കെ, എന്റെ പേരൻസ് ചെയ്തു, എന്റെ ഗ്രാൻഡ് പേരൻസ് ചെയ്തു, എന്റെ നെയ്ബേഴ്സ് ചെയ്തു, എന്റെ ചർച്ച് മെമ്പേഴ്സ് ചെയ്തു, അതുകൊണ്ട് ഞാനും അങ്ങ് ചെയ്യുന്നു, റൈറ്റ്? വി ജസ്റ്റ് ഫോളോ ദ കസ്റ്റംസ് ഓഫ് ദ സൊസൈറ്റി, അല്ലേ? അതെ, ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഞാൻ ആക്ച്വലി റീസെന്റ് കേട്ടു. അതായത് ഒരു നെയ്ബർ, ഒരു വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു നെയ്ബർ, അവരുടെ വീട്ടിൽ ആദ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നപ്പം അവര് അതിനെ സാധാരണ പോലെ തന്നെ വരവേറ്റു. പക്ഷെ വെൻ സെക്കൻഡ് ചൈൽഡ് ഒരു ബോയ് ആയിരുന്നപ്പം ഇറ്റ് ഇസ് ലൈക്ക് അവരുടെ ആ എൻറ്റയർ വില്ല ഫുള്ളും അവർ ഡെക്കറേറ്റ് ചെയ്തു, എന്തോ ഒരു VIP വരുന്ന പോലെ ഭയങ്കര ഒരു ഫംഗ്ഷൻ പോലൊക്കെ അറേഞ്ച് ചെയ്തു. സോ ഇറ്റ് ഇസ് സ്റ്റിൽ ഇറ്റ് ഇസ് ഹാപ്പനിങ്. നമ്മൾ പറയും ഒരു ജനറേഷൻ മുൻപേ എന്നൊക്കെ പറഞ്ഞു, നോ, നത്തിങ് ഇസ് ദാറ്റ്. വെരി ഫ്യൂ പീപ്പിൾ ഓൺലി തിങ്സ് അബൌട്ട് ഇറ്റ്. അതായത് ഇപ്പം ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണ്, അൺനോയിങ്ലി ആണ് അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ കസ്റ്റം. അത് അവർക്ക് വളർന്നു വന്ന രീതി, അല്ലെങ്കിൽ അവരുടെ അതൊരു ഇറ്റ് ഇസ് നാച്ചുറൽ. എന്താ നമ്മൾ ന്യൂ നോർമൽ എന്നൊക്കെ പറയില്ലേ, നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് ഓൺലി എന്നുള്ളൊരു ഫീലാണ്. ഇപ്പം ഇറ്റ് ഈസ് റെയർലി ഹാപ്പനിങ്. ലൈക്ക് ഇപ്പം എന്റെ പേര് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല, പാസ്പോർട്ടിൽ സ്റ്റെഫി ജെയിംസ് തന്നെയാണ്, സർട്ടിഫിക്കറ്റിൽ എല്ലായിടത്തും സ്റ്റെഫി ജെയിംസ് ആണ്. പക്ഷെ വേറെവർ യുനോ ലൈക്ക് ഞാൻ ആഡ് ചെയ്യുന്നിടത്ത് മാത്രമേ ഞാൻ ഹസ്ബൻഡിന്റെ പേര് ആഡ് ചെയ്യുന്നുള്ളൂ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ദർ. ബട്ട് അത് എത്ര പേര് അനുവദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. റെയർലി ഹാപ്പൻസ്, അല്ലേ? That rarely happens. It's the same with me actually. എന്റെ ഹസ്ബൻഡ് ഒരു ഭയങ്കര വിമൻ എംപവറർ ആണ്. സോ when I even എന്റെ പാസ്പോർട്ട്, അമേരിക്കൻ പാസ്പോർട്ട് കിട്ടിയപ്പോ പോലും he said, we'll just keep your maiden name, you know, maiden name വെച്ചോ, കാരണം there is no difference actually. എല്ലാവർക്കും അറിയാം you are my wife. So കാരണം എന്റെ സർട്ടിഫിക്കറ്റ്സിലും എന്റെ സ്റ്റുഡൻസും എന്റെ ക്ലയൻസ് എല്ലാവരും എന്നെ ഡോക്ടർ ഫിലിപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്റെ പപ്പയുടെ പേര് ഫിലിപ്പ് എന്നാണ്. ഇനി ആ ഹോൾ തിങ് ചേഞ്ച് ചെയ്യാന് it is a you know entirely, കാരണം maybe it will take another 10 years to completely change the whole thing, right? So he said he's a very secure person. So he said, I'm totally okay with you keeping your maiden name. പക്ഷേ just like you said, Steffi, ഞങ്ങളുടെ ഇൻസൈഡ് ചർച്ചിലൊക്കെ മിസ്സസ് ഉമ്മൻ തന്നെ വിളിക്കും ആൾക്കാര്.
The interesting thing is because he's also has a PhD and a professor, so he's known by Dr. Oommen. So it is very easy for me to just be known as Dr. Philip, so that it's not Dr. Oommen, like, and then they'll wonder if it's the wife or the husband, right? ഇവിടെ ആണെങ്കിൽ ലാസ്റ്റ് നെയിമിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്, റൈറ്റ്? സോ കുറെ കൺഫ്യൂഷൻ അതുകൊണ്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് നെയിം ഡിഫറെന്റ് ആയതുകൊണ്ട്. പക്ഷെ last name adopt ചെയ്യുന്നത്, I mean, it has been coming through, centuries. I mean, it's actually in every culture. That is not the main thing. Actually, that spirit, even if we adopt the last name, gender name, അല്ലെങ്കിൽ ആ ഗേളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്, റൈറ്റ്? അപ്പൊ ജെൻഡർ ബയസ് എന്ന് ഒരു പാരന്റിംഗിൽ ജെൻഡർ ബയസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ടുവേർഡ്സ് ദ ഗേൾസ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ടുവേർഡ്സ് ദ ബോയ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആക്ച്വലി സൊസൈറ്റിയിൽ ഒരു കോൺസെപ്റ്റ് ആണ്, ഈവൻ ഇവിടെയും ഉണ്ട് അത്, ബോയ്സ് ഡോണ്ട് ക്രൈ. പിള്ളേര് ബോയ്സ്, സ്റ്റെഫിക്ക് 2 ആൺകുട്ടികളാണല്ലോ, ബോയ്സ് കരയുമ്പം പറയും, ബോയ്സ് ഡോണ്ട് ക്രൈ, ഓൺലി ഗേൾസ് വിൽ ക്രൈ, ഡോണ്ട് ബി ടു ഇമോഷണൽ, റൈറ്റ്? ഇവിടെ വേറൊരു ഒരു സെയിങ് ഉണ്ട്, മാൻ അപ്പ്. പിന്നെ ടയേർഡ് ആണെന്ന് പറയാൻ പാടില്ല. ടയേർഡ് ആണെന്ന് പറയുമോ, ഐ എം സോ ടയേർഡ്, ഐ കാൻ വാക്ക് എനി മോർ എന്നൊരു കൊച്ചു പറയുവാണെങ്കിൽ, ഓ കം ഓൺ മാൻ അപ്പ് എന്ന് പറയും, യു ക്യാൻ വാക്ക്. അപ്പം ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്, ഒരു കുട്ടിയോട് ഒരു ഫാദർ, അവന്റെ പപ്പ പറഞ്ഞു മാൻ അപ്പ് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ മാൻ എന്ന്, ബിക്കോസ് ഹി വാസ് സോ ടയേർഡ്, ഹി വാണ്ടഡ് ടു സിറ്റ് ഡൗൺ. സോ ഇറ്റ് ക്യാൻ ഗോ ബോത്ത് വേസ് ആക്ച്വലി. പക്ഷെ ആസ് പാരന്റ്സ് നാം ചെയ്യേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, വി റിയലി നീഡ് ടു നോ ഹൗ ദ ബൈബിൾ ഡിഫൈൻസ് ജെൻഡർ, മാൻ ആൻഡ് വുമൻ, റൈറ്റ്? ആസ് പാരന്റ്സ്, നമ്മുടെ ക്രിസ്ത്യൻ പാരന്റ്സ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ജെൻഡറിനെ പറ്റി? മാൻ ആൻഡ് വുമനെ ദൈവം ക്രിയേറ്റ് ചെയ്തപ്പം വാട്ട് വാസ് ഇൻ ഹിസ് മൈൻഡ്, റൈറ്റ്? ആദാമിനെ ക്രിയേറ്റ് ചെയ്തപ്പം ദൈവത്തിന് എന്തായിരുന്നു ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്? ഈവിനെ എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത്, റൈറ്റ്? അപ്പം ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് സോളിഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ പാരന്റിങ്ങിലും റിഫ്ലക്ട് ചെയ്യും. പിന്നെ നമ്മുടെ മാരേജിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത്, മാരേജിൽ കാണുന്നത് നമ്മുടെ പാരന്റിങ്ങിലും റിഫ്ലക്ട് ചെയ്യും. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് എങ്ങനെയാണ് വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നത്, വൈഫ് എങ്ങനെയാണ് ഹസ്ബൻഡിനെ ട്രീറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ദ ബെസ്റ്റ് ഒബ്സർവേഴ്സ്. The best mode of parenting is modeling. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. സോ മാത്രല്ല അവരായിരിക്കും ആദ്യം നോട്ടീസ് ചെയ്യണേ, നമ്മളെ അത് ആദ്യം എടുത്തു പറയാം അവര്. I tell my mother-in-law, like, എപ്പോഴും ഞാൻ മമ്മിയോട് പറയും, മമ്മി ഇപ്പം ഐ വോണ്ട് അച്ഛൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ മമ്മിക്ക് ചെയ്യുന്നത് കണ്ടിട്ട് വേണം മൈ സൺ ടു, ലൈക്ക് എന്റെ മോൻ എന്നോട് ചെയ്യാൻ. അപ്പൊ അത് ഈ ലൈക്ക് ഫോർ ബർത്ത്ഡേ ഒക്കെ വരുമ്പോ, നമ്മള് ബർത്ത്ഡേക്ക് ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മള് ഗിഫ്റ്റും അല്ലെങ്കിൽ കേക്കും ഒക്കെ കട്ട് ചെയ്യുമ്പം what I really want to do is, I want my son to understand that, see, മമ്മി പപ്പ അല്ലെങ്കിൽ പേരൻസ് വരുന്നത്, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് വൺ സൈഡ് കിട്ടുക മാത്രമല്ല, ലൈക്ക് ഐ വോണ്ട് ദം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അപ്പനും അമ്മയ്ക്കും കൂടെ കൊടുത്തു പഠിക്കണം എന്നുള്ളത് ഇപ്പോഴേ നമ്മളത് എന്താ പറയാ, ഇപ്പോഴേ വളർത്തണം എന്ന് എനിക്കൊരു ചിന്തയാണ്. ബിക്കോസ് ആഫ്റ്റർ എ പോയിന്റ് വേർ ലൈക്ക് നമുക്ക് നമ്മുടെ ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് ദേ വിൽ ബി വെരി ബിസി വിത്ത് ദെയർ ഓൺ തിങ്സ്. അപ്പം അവര് വിചാരിക്കും, പഴയ ഒരു കാലത്തുണ്ടല്ലോ, ആൺപിള്ളേരുടെ അടുത്ത് നമ്മൾ പറയും അവിടെ വെച്ചൊരു പ്ലേറ്റ് എടുക്കണ്ട, പെൺപിള്ളേരാകുമ്പോൾ പറയും പോയി പ്ലേറ്റ് എടുത്ത് കഴുകി വെയ്. സോ ലൈക്ക് വി ഗേവ് ദം മോർ ഫ്രീഡം. ആൻഡ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കുറച്ചൊരു സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഇത്രയും നാളും ദേ വെർ ലൈക്ക് സംതിങ് വെരി സ്പെഷ്യൽ, ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് അവർ അവിടുന്ന് താഴെ ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ്. സോ ഐ വാസ് ടെല്ലിങ് ഹിയർ, ഞാൻ എപ്പോഴും പറയും, ഡോണ്ട് ഗീവ് ദം ദാറ്റ് ആ ഒരു എന്തോ ഒരു വലിയൊരു ഹൈപ്പിൽ നിൽക്കും എന്നുള്ളത് കൊടുക്കരുത്. ട്രീറ്റ് ദം ഈക്വലി, ലെറ്റ് ദം ഓൾസോ ഫൈൻഡ് ലൈക്ക്, ഞാനിത് സെഷന് മുമ്പ് നമ്മളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് ഓക്കെ ടു ക്രൈ. ക്രൈങ് ചെയ്യുന്നതിന് ഒരു ജെൻഡർ ഇല്ല. ഇഫ് യു വോണ്ട് ടു ക്രൈ, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ആംഗ്രി. ബട്ട് അത് എന്തിനാണെന്നുള്ളത് ഐ വോണ്ട് ദം ടു അണ്ടർസ്റ്റാൻഡ്, അത്രേ ഉള്ളൂ. സോ വെൻ ഹി ക്രൈസ് ഐ ടെൽ ഹിം, ഓക്കെ
ഒരു മിനിറ്റ് എന്തിനാ കരയുന്നേ, വാട്ട് ഈസ് ദ റീസൺ. സോ ഐ വോണ്ട് ദം ടു അണ്ടർസ്റ്റാൻഡ് എന്തിനാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഫൈൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് പ്രശ്നം. നമ്മൾ അവരുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ ടാൻഡ്രം കാണിക്കുന്നു എന്ന് പറയുമ്പം വൈ, ലൈക്ക് മേ ബി ദേ നീഡ് അസ്, ആ ഒരു വൈ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു യു ഹാവ് സെറ്റ് ദിസ് ഇൻ ഫസ്റ്റ് സെഷൻ ഓൾസോ, സെയിം തിങ് ആണ്. നമ്മുടെ ഒരു ചിലപ്പോൾ അവർ നമുക്കൊരു ആവശ്യമായിരിക്കും, അത് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം നമ്മൾ പറയുന്നത് നോ ബോയ്സ് എന്ന് പറയുമ്പം ബി ലൈക്ക് ദറ്റ്. അതുകൊണ്ടല്ലേ മരുന്ന വീട്ടിലൊക്കെ ചെല്ലുമ്പം പറയത്തില്ലേ ലേഡീസ് ഭയങ്കര കരച്ചിലായിരിക്കും, പക്ഷേ ആമ്പിള്ളേരെന്ന് പറയുന്നത് അവർ ഒരിടത്ത് നിൽക്കും. പക്ഷേ ഐ റിയലി ഫീൽ ലൈക്ക് ലെറ്റ് ദം ഓൾസോ ക്രൈ അല്ലെ, അവരുടെ ഇമോഷൻ അവരും കൂടെ കാണിക്കട്ടെ. അല്ലാതെ വരുമ്പോഴാണ് ഇൻസൈഡ് ഒരു അടച്ചിട്ട റൂമില് ചിലപ്പം വൈഫിനോടായിരിക്കും അവർ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കുറെ അബ്യൂസും ഒക്കെ വരുന്നത് അല്ലേ. Absolutely, yeah. See, യേശു തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആണല്ലോ. Very clearly the Bible says that ലാസറസിന്റെ ടൂമ്പിന്റെ മുമ്പിൽ നിന്ന് ജീസസ് wept, യേശു കരഞ്ഞു, റൈറ്റ്? അങ്ങനെ ഒരു ബൈബിൾ വേഴ്സ് ആണ്, ഒരു പ്രത്യേക ഒരു വേഴ്സ് ആണ്. പിന്നെ ഗത്സമനെ നടന്ന് ആ ഹോൾ എക്സ്പീരിയൻസ്, റൈറ്റ്? ഹി വാസ് ക്രൈങ് ലൗഡ്ലി, അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സോ ആ ടീയേഴ്സ് എന്നൊക്കെ പറയുന്നത്, ടീയേഴ്സ് is a language. Tears are language. It's an emotional expression. അത് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് അതിനകത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ we see a lot of depression in men these days because the society has asked them to suppress their emotions, that they are not allowed to express their emotions in a healthy way. And that is also because പിന്നെ ആങ്കർ ഒത്തിരി വരുന്നതും men എക്സ്പ്രസ് ചെയ്യുന്നതും അതുകൊണ്ടാണ്, because they're not allowed to express their emotions in a healthy way. പിന്നെ വേറൊരു പഠിത്തം, ആക്ച്വലി ഒരു പഠനം ഞാൻ റീസെന്റ് വായിച്ചത്, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഗേൾസ് ആർ മോർ സെൻസിറ്റീവ് ദാൻ ബോയ്സ്. ആക്ച്വലി ബോയ്സ് ആർ മോർ സെൻസിറ്റീവ് ദാൻ ഗേൾസ്. ആക്ച്വലി ഞാൻ എപ്പോഴും പപ്പയുടെ കാര്യം പറയുമ്പോൾ പറയും ലൈക്ക് പപ്പ ഈസ് മോർ സെൻസിറ്റീവ് വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് നമ്മളിപ്പോ എന്തെങ്കിലും പറയുമ്പോൾ പപ്പയ്ക്ക് പെട്ടെന്ന് ഫീൽ ആവും. സോ ഞാൻ മമ്മിയോട് ഇപ്പം എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് മോക്കടുത്ത് പറഞ്ഞാലും ഐ റിയലി ഡോണ്ട് വോണ്ട് ടു ഹേർട്ട് പപ്പ. സോ ഞാൻ അങ്ങനെ വലിയ ഇതായിട്ട് പറയാറില്ല, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഓക്കെ പപ്പ കാരണം ഞാൻ പറയുന്നോണ്ടാകാം എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. ദാറ്റ് ഇസ് കറക്റ്റ് ആക്ച്വലി. ഈവൻ ഇവിടെയുള്ള പിള്ളേരും അങ്ങനെയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ദേ ഗെറ്റ് ലൈക്ക് ഐ ബി സർപ്രൈസ്, ബിക്കോസ് നമ്മള് എന്താ പറയാ അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞത് പോലും അല്ല, ബട്ട് ദേ ആർ വെരി സെൻസിറ്റീവ് ആക്ച്വലി. അവരെ നമ്മള് ബോൾഡ് ആക്കി ഇല്ല വേണ്ട കാണിക്കരുത് എന്ന് പറയുന്നുണ്ടാ, ഗീവ് ദം എ ചാൻസ്. അത് ഇതില് മാത്രല്ല അവരുടെ ലവിലും എക്സ്പ്രസ് ആവും. നമ്മള് ഇമോഷൻ കാണിക്കരുതെന്ന് പറയുന്നത് കൊണ്ടാണ് അവര് ലവും എക്സ്പ്രസ് ചെയ്യാത്തത്. അതെ അതെ. അപ്പം അവരെ റെസ്പെക്ട് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്നത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ. യുനോ പെൺകുട്ടികൾ കരയുമ്പം തന്നെ നമ്മൾ അവരെ ശാസിക്കും. ഈവൻ പെൺകുട്ടികളാണെങ്കിൽ ഓ അവളൊരു പെണ്ണ, അവളിങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, ക്രൈ ബേബിയാ എന്ന് പറയും, റൈറ്റ്? അവരുടെ ലാംഗ്വേജ് ആണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ allow them to just express that in a healthy way. കാരണം tears are much more healthy than anger or violence, right? അപ്പൊ ആ എക്സ്പ്രഷൻ ആക്ച്വലി അത് നമ്മൾ അലൗ ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും പിന്നെ അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പം ഇമോഷണൽ എക്സ്പ്രഷന്റെ കാര്യം മാത്രമല്ല ജെൻഡർ ബയസ് വളരെ വളരെ പ്രിവലന്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. ഇറ്റ്സ് ഇൻഗ്രെയിൻഡ് ഇൻ ദ കൾച്ചർ. I really respect parents who give equal rights and equality to both girls and boys. Like for instance, നമ്മുടെ നാട്ടിലൊക്കെ ട്രാഫിക്കിംഗ് റൂൾ ഉണ്ട്. 6 മണിക്ക് പെൺകുട്ടികൾ, 5 മണിക്ക് പെൺകുട്ടികൾ ആത്ത് കാരണം. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദം, പക്ഷേ ഗിവ് ദാറ്റ് സെയിം റൂൾ ടു ദ ബോയ്സ് ടു. കാരണം ബോയ്സിനും ഇത് അത്ര അങ്ങോട്ട് സേഫ് അല്ല നമ്മുടെ സൊസൈറ്റി ഒത്തിരി രാത്രിയിൽ ഇറങ്ങി പോകുന്നത്. Let them come home by 5 o'clock. അതൊരു ഗേളിന് ആക്ച്വലി ആ റൂൾ കൊടുക്കുവാണെങ്കിൽ ബോയ്സിന് ആ സെയിം റൂൾ കൊടുക്കണം. സോ അപ്പൊ അവർക്കും ആക്ച്വലി തോന്നത്തില്ല അയ്യോ ഞാനൊരു ഗേൾ ആയതുകൊണ്ടാണ് എനിക്ക് ഈ റൂള്, ഓ നീ ഒരു ഗേൾ ആണ് സോ യു കനോട്ട് ഗോ ഔട്ട്സൈഡ്. സി അവളെ അപ്പൊ നമ്മൾ സപ്രസ് ചെയ്യുവാണ്. പക്ഷെ ആ സെയിം റൂള് നമ്മൾ ബോയ്സിന് കൊടുക്കുവാണെങ്കിൽ there is no question about that, right? They need to be home by 5 p.m. both boys and girls. Why do you need to roam around after 5 p.m., right? So
അങ്ങനെയുള്ള റൂൾസ് ആക്ച്വലി ആ ഒരു ഇക്വാളിറ്റി അവിടെ കൊണ്ടുവരുവാണെങ്കിൽ I think it will be very helpful as they grow up. See, men are growing up, I mean our boys are growing up, they will get married. ഇപ്പം പഠിപ്പിക്കുന്നതും ഇപ്പം അവരുടെ മുൻപിൽ നമ്മൾ മോഡൽ ചെയ്യുന്നതുമാണ് അവരുടെ ജീവിതത്തിൽ അവർ മോഡൽ ചെയ്യാൻ പോകുന്നത്, അവരുടെ മാരേജിലും അവരുടെ കുടുംബജീവിതത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്നതാണ്. സോ നമ്മളൊരു നല്ല ഒരു പ്രസിഡന്റ് ഇപ്പൊ ഇട്ട് കൊടുത്താല് that's what they're going to follow in their life, and to love the other gender and to respect the other gender. ആ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ഇക്വാളിറ്റിയും നമ്മുടെ കുടുംബത്തിൽ തന്നെ, ഈവൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ I don't know how many girls would love or women would love their husbands to help them in the kitchen, right? കിച്ചണിൽ വന്ന് ഒന്ന് കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ലൈക്ക് കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, എന്തെങ്കിലും പാത്രങ്ങൾ കഴുകാൻ ഹെൽപ്പ് ചെയ്യും, കുഞ്ഞുങ്ങളെ വളർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് we are equal partners, right? സോ ആദാമിനെ ദൈവം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈവിനെ ദൈവം ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്? ഈക്വൽ പാർട്ട്ണറായിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അവര് രണ്ടുപേരും ഡിഫറെന്റ് റോൾസ് ആണ്. ഡാഡിയുടെ റോൾ അല്ല മമ്മിയുടെ റോൾ, റൈറ്റ്? പക്ഷെ ആ റോള് രണ്ടും ഒരുമിച്ച് വന്നെങ്കിലേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം ഈവിനെയും ക്രിയേറ്റ് ചെയ്തത്. ഐ എം ടോക്കിംഗ് അബൌട്ട് മാരേജ്. ആ കംപ്ലീഷൻ മാരേജിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വരണമെങ്കിൽ ആ രണ്ടുപേരും ആദാമും ഹവ്വായും ഈക്വലി അവരുടെ റോൾസ് പ്ലേ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മളത് മോഡൽ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കാണുകയാണ്, അത് അവരുടെ കുടുംബജീവിതത്തിലും അവര് പ്രാക്ടീസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതായിരിക്കും ക്വസ്റ്റിന് കുറച്ചുകൂടെ ഒരു ആൻസർ അല്ലെ. നമ്മൾ ജെൻഡർ ബയാസിനെ കുറിച്ച് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവരെ അവരുടെ ഫാമിലി ലൈഫിലും അല്ലെങ്കിൽ അവരെ ഇടപെടുന്നതോടും അവര് കാണിക്കുമ്പോഴാണ് നമ്മളൊരു ചേഞ്ച് അല്ലെ, ഫ്രം ഇൻസൈഡ് ഫ്രം അവർ ഫാമിലി ഇറ്റ് സെൽഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു, ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്താ പറയാ, കൊച്ചു പിള്ളേര് ആൺപിള്ളേര് ദ വേ ദേ ട്രീറ്റ് ദെയർ മദർ, അത് എവിടെന്നാ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ പറയും വെരി ക്യൂട്ട് മാത്രമല്ല, അത് ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. നമ്മൾ അങ്ങനെ ഒരു ജനറേഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാണ് അല്ലെ. അപ്പം ജെൻഡർ ബയാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലെറ്റ്സ് എന്താ പറയാ, നമ്മൾ തന്നെ അതിനെ ഒന്ന് പൊളിച്ചെടുക്കല്ലേ, അങ്ങനെ തന്നെ പറയാം മലയാളത്തിൽ അല്ലെ. ഇത്രയും നാളും എങ്ങനെയാണോ അതിൽ നിന്ന് മാറി ഒരു ഈക്വാലിറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ സ്റ്റാർട്ട് ചേഞ്ചിങ് rather than ലൈക്ക് നമ്മൾ അതിനെ കുറിച്ച് വറി ആവാതെ നമ്മുടെ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ഐ ഗെസ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ ഇൻ കമന്റ് സെഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 5-year-old ചൈൽഡ് ആണ്, ഗെറ്റ്സ് frustrated and sad and angry a lot when he is not first in anything. First place കിട്ടാത്തപ്പം frustrated ഒക്കെ ആവുന്നു, angry, sad ഒക്കെ ആവുന്നു. When he comes to know that he was failed in something, how can we input the attitude that failure is fine? അത് കറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ഐ എം ഫേസിങ് ലൈക്ക്, ഒന്നെങ്കിൽ ടീച്ചർ അവന് വേണ്ടുന്ന ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ അവനെ കൂടുതൽ നോക്കില്ല, അല്ലെങ്കിൽ സൂം ഒക്കെ വന്നപ്പോഴായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസിന്റെ സമയത്തായിരുന്നു, ഇറ്റ് വാസ് റിയലി ദെയർ വെർ only 5 people can answer and my elder one won't, എപ്പോഴും അവൻ ഒരാളായിരിക്കണം അതിൻ്റെ അകത്ത്. സോ ഐ വാസ് റിയലി ലൈക്ക് നമ്മൾ കുറച്ച് സ്ട്രഗിൾ എടുത്തു അതൊന്ന് മാറ്റിയെടുക്കാൻ. അത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. അവർ ഫസ്റ്റ് ആയില്ല അല്ലെങ്കിൽ ഫെയിൽ ആയി എന്നൊക്കെയുള്ളൊരു ഇത് വരുമ്പം they get really frustrated and sad. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇറ്റ് ഇസ് ഓക്കെ ടു ഫെയിൽ എന്നുള്ളത്? ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, 2 വേരിയബിൾസ്. ഒന്ന്, നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ആണ്, at any point in our parenting have we projected our emotions regarding performance to our children, knowingly or unknowingly? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ സമയത്ത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയോ അവരെ ചെറുതായിട്ട് കാണുകയോ, and I know we talked about this in detail in the last session, നമ്മൾ അൺകോൺഷ്യസ്ലി എന്തെങ്കിലും അവരുടെ മേളിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ടു കം ടു ദം ആൻഡ് സേ ദാറ്റ്, ഓ
ഡാഡി ഓർ മമ്മി ഐ സെഡ് ലൈക്ക് ദാറ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയായിരുന്നു, പക്ഷെ അത് മമ്മി പറഞ്ഞത് ആക്ച്വലി റോങ് ആണ്, അങ്ങനെ ഒന്നാമത് വരുന്നതിന്റെ ആക്ച്വലി ആവശ്യമില്ല എന്ന് കറക്റ്റ് ചെയ്ത് അതിനെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പെർഫെക്ഷനിസ്റ്റിക് ടെൻഡൻസീസ് ഉണ്ട്, അത് ചിലപ്പോൾ ഇൻഹറന്റ് ആയിരിക്കും, അതൊരു ഇൻബോൺ ആയിരിക്കും. പിന്നെ കാരണം അവരെപ്പോഴും അവരുടെ പെർഫോമൻസിനെ അവരുടെ ഐഡന്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ വരുന്നത്. റൈറ്റ്, ഇഫ് ഐ കം ഫസ്റ്റ് ഇൻ ദിസ്, ഓ ഐ എം ബെറ്റർ ദാൻ ദി അതർ പേഴ്സൺ, ആ ഡൂ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വട്ട് എവർ that child is doing is connected or associated with that child's identity, then they show the frustration. കാരണം അവർ എങ്ങനെയോ അതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുക ഐഡന്റിറ്റിയുമായിട്ട്. അത് ഏഷ്യൻ പേരൻസിന് ഇടയ്ക്ക് വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആക്ച്വലി myself I'm an Indian, I'm actually saying this. നമ്മുടെ കൾച്ചറിൽ ഭയങ്കര ഇൻഗ്രെയിൻഡ് ആണത്. കാരണം നമ്മുടെ കൾച്ചർ, ഫോർ ഇൻസ്റ്റൻസ്, റാങ്കിങ്, റൈറ്റ്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, റൈറ്റ്, ഈവൻ ആ റാങ്കിങ് സിസ്റ്റം എല്ലാം എന്താണ് ചെയ്യുന്നത്, നമ്മളെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്നു, റൈറ്റ്. പക്ഷെ ആ റാങ്കിങ് സിസ്റ്റം എടുത്ത് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്, ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് അവർ ചിൽഡ്രൻ ഓർ us ടു ഡു ബെറ്റർ. പക്ഷേ ഫസ്റ്റ് റാങ്ക് വന്നില്ലെങ്കിലും അതെന്റെ ഐഡന്റിറ്റിയെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്താൽ അവരത് സെപ്പറേറ്റ് ചെയ്യും. സോ ഐഡന്റിറ്റി ഹാസ് ടു ബി സെപ്പറേറ്റ് ഫ്രം അവർ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് cannot influence who we are. അപ്പൊ ആ ഒരു അസോസിയേഷനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താൽ, അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ അത് കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവും. ആൻഡ് ഓൾസോ അവരിപ്പം ഫസ്റ്റ് റാങ്ക് കൊണ്ടുവന്നത് കൊണ്ടാണോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? പക്ഷെ പലപ്പോഴും നമ്മുടെ പേരന്റിങ്ങിൽ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, നീ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വന്നെങ്കിലേ നിനക്കിത് കിട്ടുള്ളൂ, നിന്നെ ഞാൻ സ്നേഹിക്കുള്ളൂ. അല്ലെങ്കിൽ unknowingly or knowingly we show frustration when our children don't do well. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്റേണലൈസ് ചെയ്യും. സോ അപ്പൊ ആ ഇന്റേണലൈസേഷനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മളെ തന്നെ ആക്ച്വലി ഒന്ന് മോണിറ്റർ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ റിയാക്ട് ചെയ്യുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ ആക്ച്വലി മെനി ടൈംസ് they are reacting to how we are thinking and parenting. So it's good to ask ourselves, ഞാൻ അറിയാതെയോ അറിഞ്ഞോ എന്റെ ഇമോഷൻസിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ, എന്റെ ഫ്രസ്ട്രേഷൻസിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷേ നമ്മളൊരു ബാലൻസ് കൊണ്ടുവരണം. how can we encourage our children to do well, right, without getting frustrated when they fail? ഇവിടെ എന്റെ പെൺകുട്ടികൾക്ക് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്, failure is always, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോവർബാണ്, failure is a stepping stone to success, right? നമ്മൾ പലപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷെ we need to compare ourselves with who we were yesterday. ഞങ്ങൾ അതാണ് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ബയോളജിക്ക് ഇന്ന് A- കിട്ടിയെങ്കിൽ how can you do better tomorrow and get an A because you got an A- today? You're comparing yourself, comparing you with yourself, not comparing you with somebody else. അപ്പം ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റും ആക്ച്വലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. We want to do better, right? എല്ലാ കാര്യത്തിലും പാരന്റിങ് ആയാലും നമ്മൾ we want to do better tomorrow. We want to do better. നമ്മൾ എപ്പോഴും ആ പെർഫെക്ഷന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ it is okay to fail, but we can do better. If there is a better, if there is a tomorrow, we can do better. എനിക്ക് തോന്നുന്നു 5 വയസ്സുള്ള ഒരു കുട്ടിയോട് നമുക്ക് അതായിരിക്കും പറയാൻ പറ്റുന്നത്. ഇതിപ്പം ഈ ടെസ്റ്റ് ഫെയിൽ ആയി, ഇനി ഉണ്ടല്ലോ ടെസ്റ്റ്, അതിന് കുഞ്ഞിന് കുറച്ചും കൂടെ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ അതിന് കുഞ്ഞിന് നല്ലപോലെ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു ഇതില് കമന്റിൽ പറഞ്ഞേക്കുന്ന the child was not given any pressure or comparison,
for anything, but he himself is showing it. അവന് തന്നെയാണ് വീട്ടുകാർ പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവരൊരു പെർഫെക്ഷൻ വരുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചൈൽഡ് തന്നെത്താൻ ആ ഒരു ഇത് പ്രൊജക്ട് ചെയ്യണത്. ഐ വോണ്ട് ദാറ്റ് ടു. പക്ഷെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കേണ്ടുന്നത്, ഈസ് ഹി ഗെറ്റിംഗ് എനി പ്രഷർ ഫ്രം അതർ ചിൽഡ്രൻ ഇൻ സ്കൂൾ? കാരണം ചില കുഞ്ഞുങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. കാരണം അവരുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് പ്രഷർ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവര് സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവും, നിനക്ക് അത് കിട്ടിയില്ല, എനിക്കത് കിട്ടി, യു ആർ നോട്ട് ഗുഡ്, യു ആർ നോട്ട് ബെറ്റർ, ഐ എം ബെറ്റർ ദാൻ യു ആർ. അപ്പം സ്കൂളിലും ആക്ച്വലി പേരൻസ് പ്രഷർ ചെയ്യുന്നില്ലെങ്കിൽ, വിച്ച് ഇസ് റിയലി ഗുഡ്, ആക്ച്വലി ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് പാരന്റിങ് സ്ട്രാറ്റജി. പക്ഷേ സ്കൂളിലും ആ എക്സ്പീരിയൻസ് ആണോ എന്നാണ് നമുക്കൊന്ന് ചോദിക്കേണ്ടുന്നതാണ്. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് ചോദിക്കേണ്ടത്. മേ ബി ടു കൺസൾട്ട് വിത്ത് ദ ടീച്ചർ ടു സീ വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് കൈൻഡ് ഓഫ് ഡൈനാമിക്സ് happening within the classroom. എന്തെങ്കിലും ടീച്ചർ നോട്ടീസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള conversations between children. That could be another reason. അതെ, ഇത് വന്നപ്പോഴാണ് ലൈക്ക് ഇതിനു മുമ്പ് ഒരു സെഷനിൽ നമ്മുടെ അടുത്ത് വന്നൊരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, മെർലിൻ മൺട്രോ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഫേമസ് ഒരു ഇതിന്റെ പേര് ഇവളെ കുറിച്ച് തന്നെ ഇവള് ടീച്ചറിനോട് പറഞ്ഞു. അപ്പം ടീച്ചർ അവളെ കളിയാക്കി. മേ ബി നോയിങ്ലി ഓർ അൺനോയിങ്ലി പുള്ളി കളിയാക്കിയതായിരിക്കും. പക്ഷെ അന്ന് മുതൽ അവക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി വരാൻ തുടങ്ങി. സോ നമുക്കറിയില്ല, മേ ബി ടീച്ചർ കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാകാം ഇവന്, ഈ കുട്ടീനേക്കാളും കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് കാണിക്കുന്നതിനടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയം വരുമ്പോഴാണ് ആ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ആ ഒരു ഇത് ഭാഗമായിട്ടായിരിക്കാം അല്ലെ കുട്ടി. കാരണം എന്റെ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ like small things, when he's climbing a stair with parents, if he does not reach first, he shows so much of frustration and sadness as if something is wrong. Okay, അവൻ പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ പോലും അവൻ ആദ്യം എത്തിയില്ലെങ്കിൽ അവന് ഫ്രസ്ട്രേഷൻ കാണിക്കുകയാണ്, അവൻ എന്തോ ഒന്ന് റോങ് ആണെന്നുള്ള രീതിയിൽ. വി ട്രൈഡ് എ ലോട്ട്, ബട്ട് ഹോപ്സ് ആസ് ഏജ് ഗോസ് by it will change, but just worried if he shows the same in school. സ്കൂളിലും അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കുന്നു. എന്തോ അവൻ ആക്ച്വലി നെഗറ്റീവായിട്ട് ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു മെസ്സേജ്. അത് ചിലപ്പോൾ ടീച്ചറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പിയേഴ്സിൽ നിന്നായിരിക്കും. കാരണം അവന്റെ പിയേഴ്സ് ആക്ച്വലി പിന്നെ വേറെ പേരൻസിന്റെ മക്കളാണല്ലോ. അപ്പൊ ആ പേരൻസ് എന്തെങ്കിലും അങ്ങനെ കമ്പാരറ്റീവ് സ്റ്റഡി, കമ്പാരറ്റീവ് അനാലിസിസ് എന്തെങ്കിലും വീട്ടിൽ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അവൻ എന്തോ ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റ് കുഡ് ഓൾസോ ബി his own perfectionistic tendency. See, എല്ലാത്തിലും ഒരു നല്ല കാര്യവും ഉണ്ട്. ഞാൻ ആക്ച്വലി എൻകറേജ് ചെയ്യുന്നത്, ഈ ചോദിച്ച പേരന്റിനോട് എൻകറേജ് ചെയ്യുന്നത്, keep encouraging him to do better, but tell him that that is not connected to his identity, that you love him no matter what, that the teacher loves him no matter what. ഇനിയിപ്പം ഫ്രണ്ട്സ് ലവ് ചെയ്യുന്നതിനോ ഫ്രണ്ട്സിൽ നിന്ന് റെക്കഗ്നിഷൻ കിട്ടുന്നതിനോ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിയർ പ്രഷർ ഹാസ് സോ മച്ച് വാല്യൂ ആൻഡ് ഇറ്റ് ഹാസ് a lot of influence and impact on our children. അത് ഏത് ഏജ് ആണെങ്കിലും, ഈവൻ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും. സോ അതൊന്ന് കണക്ട് ചെയ്ത് എന്തെങ്കിലും മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറയുവാണെങ്കിൽ അത് ആക്ച്വലി ഒന്നാണ്. മോന് ബി കിട്ടിയാലും അവന്റെ പേര് പറഞ്ഞിട്ട് യു ആർ ജോണി ഓർ യു ആർ എ ബി എന്ന് പറഞ്ഞ് അവനെ എൻകറേജ് ചെയ്ത് അവന്റെ ഐഡന്റിറ്റിയെ അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ ഐ തിങ്ക് യു മേ സീ സം ഗുഡ് റിസൾട്ട്സ്. പിന്നെ വി വാണ്ട് ഓൾ അവർ ചിൽഡ്രൻ ടു ഡു ഗുഡ്, റൈറ്റ് ആൻഡ് ബെറ്റർ. അപ്പം ഡിസ്കറേജ് ചെയ്യണ്ട, പക്ഷെ എക്സൽ ചെയ്യാൻ എൻകറേജ് ചെയ്യുക, so that he will continue to do better in his life. പിന്നെ പക്ഷേ ഇവിടെ ഒരു സേയിങ് ഉണ്ട്, ഒരു ഗുഡ് സ്പോർട്സ്മാൻ ആയിരിക്കണം. കാരണം I'm seeing that when he starts doing സ്പോർട്സ് ഗ്രൗണ്ടിൽ ഫ്രസ്ട്രേഷൻ കാണിക്കുമെന്ന് എനിക്ക് ഫെയിൽസ്. അപ്പം ഇവിടെ ആക്ച്വലി അതിന് പറയുന്ന സ്പോർട്സ്മാൻഷിപ്പ് എന്നാണ്. അപ്പം ഫെയില് ആയാലും ആ ഇമോഷൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും, അപ്പൊ ഒരു ഇമോഷണൽ റെഗുലേഷൻ അവനെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും,
അപ്പം എങ്ങനെ അവന്റെ ആങ്കറും ഫ്രസ്ട്രേഷനും നമുക്ക് കൺട്രോൾ ചെയ്യുവല്ല, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം see, if I fail, I'll certainly show frustration deep within. I will be sad, right? നമ്മൾ ആരെങ്കിലും ഫെയിൽ ആകുമ്പോൾ ചിരിച്ചോണ്ടിരിക്കും? ഇല്ലല്ലോ. നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമുക്ക് സാഡാണ്. ഇറ്റ് ബ്രിങ്സ് സാഡ് ഫീലിംഗ്. പക്ഷെ ആ സാഡ് ഫീലിങ്ങിനെ നമ്മൾ ഫീൽ ചെയ്യുമ്പം തന്നെ അതിനെ എങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, അത് ഒത്തിരി ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ആയിട്ട് വെളിയിൽ വരാതെ അതിനെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആക്ച്വലി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഈസ് ടേക്കിംഗ് ഡീപ് ബ്രെത്ത്സ്, which actually we all do. Take deep breaths through your nose, ഇങ്ങനെ എടുത്തിട്ട് വായിലൂടെ ബ്രീത്ത് ഔട്ട്. അങ്ങനെ ചെയ്യുമ്പം നാം എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇമോഷനെ നമ്മുടെ ബോഡിയിൽ കൂടെ തന്നെ നമ്മൾ റെഗുലേറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുക. ഞാനിത് ഇവിടെ പറയുമ്പം ഹി ഗെറ്റ് മോർ ഫ്രസ്ട്രേറ്റഡ്. അപ്പൊ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ പറയും നോ വയറ്റീന്ന് വരട്ടെ, വയറ്റീന്ന് അടിന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും. അകത്തൂന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും യു ബ്രീത്ത് നൗ. എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ പറയും യു ജസ്റ്റ് കൗണ്ട് ഫ്രം 1 to 10 പറഞ്ഞേ. അപ്പം 1 2 3 അപ്പൊ ആദ്യത്തെ ഒരു 5 ഒക്കെ വരെ അവന് ഭയങ്കര ഇതായിരിക്കും. when it comes to 6 and 7 and all അവന്റെ ആ ഒരു ഇമോഷൻ പോയിരിക്കും. കാര്യങ്ങളെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. ഒന്നെങ്കിൽ ബ്രീത്തിങ് എടുക്കാൻ പഠിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെൽ ഹിം ടു കൗണ്ട്. ഇഫ് ഹി ഈസ് ലൈക്ക് അത്രയും കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രായമായെങ്കിൽ ലെറ്റ് ദം കൗണ്ട്. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെ കുറച്ചൊരു ഇത് മാറും. അതല്ലാതെ ഇപ്പൊ നമ്മള് മേ ബി ബിക്കോസ് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മേടിച്ചുകൊണ്ട് വരുമ്പം വി വിൽ ബി സോ ഹാപ്പി, നമ്മൾ ഭയങ്കര നമ്മുടെ ഹാപ്പിനെസ് അവനെ കാണിക്കുന്നതും വെൻ ഹി ഗെറ്റ്സ് ലെസ് മാർക്ക് നമ്മൾ അത്ര ഹാപ്പി, എന്നാലും ആ മോനെ കുഴപ്പമില്ല എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവാൻ നമ്മുടെ ഇമോഷൻ അനുസരിച്ചും അവർ ബിഹേവ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ I'll be like it doesn't mind അവൻ ഞാൻ അങ്ങനെ അധികം പഠിക്കുന്ന പറയല്ല. ഹീസ് ജസ്റ്റ് KG2 എന്നുള്ളൊരു ഫീലാണ്. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇരുത്താറില്ല. ഈവൻ എന്റെ ഒരു ചെറിയ കുട്ടീൻ്റെ അടുത്തും അവൻ 2.5 ആണ്. മമ്മി എന്നോട് എപ്പോഴും പറയും ഇപ്പഴേ പഠിക്കട്ടെ, എന്നാലും മമ്മി ഞാൻ കാണാതൊക്കെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു ലെറ്റ് ഹിം പ്ലേ, ഒരു 3 ഒക്കെ ആവുമ്പോഴത്തേക്ക് ലെറ്റ് ഹിം പ്ലേ. ഓട്ടോമാറ്റിക്കലി അവർ എന്തായാലും സംസാരിച്ച് വരുന്നുണ്ട്. ആൻഡ് ഹി നോസ് സം ഓർ അതർ തിങ് ഓൾസോ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ പ്രഷറൈസ് ചെയ്ത് നമ്മുടെ ഇമോഷൻ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ നമ്മുടെ ഇമോഷൻ ബേസ് ചെയ്ത് ബിഹേവ് ചെയ്തെന്നായിരിക്കാം. അതെ അതെ. ഞാൻ ആക്ച്വലി ഒരു കാര്യം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോട് നമ്മളത് ബ്രീത്തിങ് പഠിപ്പിക്കുമ്പം നമ്മൾ അവരുടെ കൂടെ ബ്രീത്ത് ചെയ്യണം. അപ്പൊ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അവർ നമ്മുടെ കൂടെ ബ്രീത്ത് ചെയ്യും. നമ്മൾ അവരോട് ബ്രീത്ത് ചെയ്യാൻ പറയുകയും നമ്മൾ ബ്രീത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യത്തില്ല. സോ there is a concept called co-regulation. നമ്മൾ റെഗുലേറ്റഡ് ആകുമ്പം നമ്മൾ അങ്ങോട്ട് ആക്ച്വലി അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് എനർജി എന്തിന് റെഗുലേറ്റ് ചെയ്യാനായിട്ട്. Co-regulation എന്ന് പറയും. That is actually the best discipline strategy. Co-regulation of emotions. നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പം നമ്മൾ തന്നെ റെഗുലേറ്റ് ചെയ്യാണ് നമ്മുടെ ഇമോഷൻസ്. അപ്പൊ അത് നമ്മുടെ കുഞ്ഞുങ്ങൾ ആക്ച്വലി കണ്ട് അത് തന്നെ ചെയ്യും. ദിസ് ഈസ് വെരി ട്രൂ ഫോർ സ്മോൾ ചിൽഡ്രൻ. ടീനേജേഴ്സിന്റെ ഇടയ്ക്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫറെന്റ് സ്ട്രാറ്റജി. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളോട് like you sit down with them, hey come and sit down with me, let's do it together, our tone of voice, do it in a very playful way, like നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാം, do you want to do it with mommy എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണം. ഒരു പ്ലേഫുൾ രീതിയിൽ അത് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു കോപ്പറേഷൻ ലെവലിൽ നമുക്ക് കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. സോ എങ്ങനെ അവരെ പ്ലേഫുള്ളി എൻഗേജ് ചെയ്യാൻ, I think that focus will really help. കറക്റ്റ് ആണ്. ഞാൻ ആക്ച്വലി ഒരു വീഡിയോ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് കണ്ടതാണ്. അവരുടെ മദറിനെ കാണാനായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പെൺകുട്ടികളാണ്. വളരെ വെരി യങ്, മേ ബി 4 and 2 or something like that. അപ്പം അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പപ്പ പറഞ്ഞു ഇനി നിങ്ങൾ നിർത്തി, ഇനി എന്റെ ചാൻസ് ആണ്, ഞാൻ കരയട്ടെ, അത് കഴിയുമ്പോ യു സ്റ്റാർട്ട് അഗൈൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. സോ ഇറ്റ് ഇസ് ലൈക്ക് അവരുടെ അതങ്ങ് പെട്ടെന്നങ്ങ് അടങ്ങി. ബിക്കോസ് അവർക്കത് ഇതായിട്ട് തോന്നിയില്ല. മേ ബി സം പ്ലേ ഓർ സംതിങ് ആ ഒരു ഇതായിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചൈൽഡ്. നിങ്ങളുടെ ചൈൽഡിനെ നിങ്ങൾക്കല്ലാതെ കൂടുതൽ വേറെ ആർക്കും അറിയത്തില്ല.
സോ അവരെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അതേ സ്ട്രാറ്റജി ഉപയോഗിക്കുക. അതല്ലാതെ ചിലപ്പോ എന്റെ മക്കളുടെ അടുത്ത് ഈ നമ്പേഴ്സും ബ്രീത്തിങ്ങും ഉപയോഗിച്ച് എനിക്ക് പറ്റുന്നുണ്ടായിരിക്കാം, ബട്ട് വെൻ ഇറ്റ് കംസ് ടു അതർ ചൈൽഡ്, കാരണം എനിക്ക് രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഒരാളുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടാലും ഹീൽ ബി ലൈക്ക് ഫൈൻ, അടുത്ത ആളുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടാൽ ഹി വിൽ നെവർ എവർ ലൈക്ക് നമ്മുടെ അടുത്ത് ഇത് ചെയ്യത്തേയില്ല. അവന്റെ അടുത്ത് ഞാൻ പക്ഷെ ഭയങ്കര സ്നേഹമായിട്ട് നിന്നാൽ ഹി വിൽ ഡു എനിത്തിങ് ഫോർ മീ. ആ ഒരു ഇതാണ്. സോ രണ്ടും എന്റെ ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഒരാളുടെ അടുത്ത് പറയുന്ന ടാക്ടിക്ക് ഞാൻ ഇടയ്ക്ക് പറയുമായിരുന്നു, ഗോ ദെയർ സ്റ്റാൻഡ്, ആ കോർണറിൽ പോയി നില്ല്, കൈ പൊക്കി അവിടെ നില്ല്, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. സോ അവിടെ പോയി ദേഷ്യം തീർക്കാൻ പറയും, അങ്ങനെ നിൽക്കാൻ പറയും. അത് ഫസ്റ്റ് ആളുടെ അടുത്ത് നടക്കും. രണ്ടാമത്തെ ആളുടെ അടുത്ത് വെൻ ഹി ഗെറ്റ്സ് ആംഗ്രി, എനിക്ക് ദേഷ്യം പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴേ ഹിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ചൈൽഡ്. ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു അപ്പനായിരിക്കും, അല്ലെങ്കിൽ ഒരു അമ്മച്ചിക്കോ അല്ലെങ്കിൽ അപ്പച്ചനോ, നിങ്ങൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മക്കളെ അറിയാവുന്നത്, കൊച്ചുമക്കളെ അറിയാവുന്നത്. സോ ഡിപ്പെൻഡ് അപ്പോൺ നിങ്ങളുടെ കൊച്ചുമക്കൾ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അനുസരിച്ച് അവരോട് എങ്ങനെയാണോ പെരുമാറേണ്ട ഒരു സ്ട്രാറ്റജി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അതനുസരിച്ച് ചെയ്യുക, അല്ലെ? അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ വയസ്സനുസരിച്ച്, അതായത് ടു എ 5 year old നമ്മൾ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള കളിപ്പീരൊക്കെ നടക്കും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എൻ 8 year or 10 year old, ഈ കളിപ്പീരം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം അവർക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തോന്നും ലൈക്ക് അന്ന് നമ്മുടെ ഫസ്റ്റ് പാർട്ടില് യു സെഡ് അബൌട്ട് യുവർ ഡോട്ടർ, ലൈക്ക് അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾ എങ്ങനെയാണോ അത് എന്താ പറയാ അത് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും അത് സോൾവ് ആവുന്നോ ഇല്ലയോ എന്നുള്ളത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ചോദിച്ചതിന് താങ്ക് യു, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻസർ ഓൾസോ. ബിക്കോസ് നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട് സെയിങ് ദാറ്റ് ഇത് എല്ലാവരുടെയും വീട്ടിലും എല്ലാവരുടെയും അടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ലൈക്ക് അവർക്ക് അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തൊരു കാര്യമാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് ടു അവർ തേർഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് കമന്റിൽ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് മോർ ക്വസ്റ്റ്യൻ ഓൾസോ, ആൻഡ് കമന്റിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഭയങ്കര അഫ്രൈഡ് ആണ്. വേറൊരു സ്ട്രേഞ്ചറിന്റെ മുൻപിൽ വരാനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരാൾ പുതുതായിട്ട് വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോൾ അവനോട് പോയി ഹലോ പറയുമ്പോൾ അവൻ കരയാണ് ചെയ്യാറുള്ളത്. അവൻ 9 വയസ്സേ ഉള്ളൂ. ഹീസ് അഫ്രൈഡ് ടു എവ്രിബഡി. പിന്നെ അവൻ ആരെയും ഫേസ് ചെയ്യുന്ന ഇഷ്ടമല്ല. അവൻ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ട് വിളിച്ചാൽ കരഞ്ഞുകൊണ്ട് ഓടി റൂമിലോട്ട് പോകുന്നു. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം അത് കേട്ടിട്ട് സോഷ്യൽ ആൻസൈറ്റിയുടെ സിംറ്റംസ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്. സോഷ്യൽ ആൻസൈറ്റി ഈസ് ആക്ച്വലി an issue that we can treat. It is treatable. It could be social anxiety. കാരണം എനിക്ക് എല്ലാ സിംറ്റംസും അറിയില്ല. It could be social anxiety. ഞാൻ ആക്ച്വലി എൻകറേജ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണലിനെ, ഒരു കൗൺസിലറിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് സംസാരിക്കുകയും ചെയ്യുന്നത്. കാരണം ദർ ഈസ് ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു ഫിയർ അവൻ്റെ ഉള്ളിലുണ്ട്, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ. അപ്പൊ ആ ഫിയറിന്റെ ഒറിജിൻ എവിടാണെന്ന് പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. It could be that he's just maybe something happened. അവന് അത് ഫിയർ റെസ്പോൺസ് വരുന്നത്, അല്ലെങ്കിൽ അതൊരു അവന് ആൻസൈറ്റി പ്രോൺ ആയിരിക്കും. നമ്മളെല്ലാരും എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കും അല്ലേ? എന്തെങ്കിലും ഒരു ട്രോമ ആയിരിക്കും, എന്തെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പുതിയ ആളെന്തെങ്കിലും വന്ന് അവനെ തൊടുകയോ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും നോക്കിയോ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഫിയർ അവന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. That's a fear response. So instead of forcing him to do that, I would take him to a professional and check it out and explore what is going on. അതെ, അത് വളരെ ഒരു വലിയൊരു പോയിന്റ് ആണ്. അതായത് നമ്മുടെ ഇപ്പൊ മക്കള് നോ പറയുന്ന കാര്യങ്ങൾ നമ്മള് വയ്യെന്ന് തിരക്കാതെ അവരെ കുറച്ചുകൂടെ ഫോഴ്സ് ചെയ്യാറുണ്ട് അല്ലെ? ഞാൻ കുറെ പേരൻസിൽ കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മക്കൾ അത് പറ്റില്ല, വേണ്ട, പറ്റത്തില്ല എന്ന് പറയുമ്പം
അതെന്താന്ന് നമ്മൾ നോക്കാറില്ല, അല്ലെങ്കിൽ റീസൺ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ നിൽക്കാറില്ല. ബട്ട് വി ഓൾവേസ് ടെൻഡ് ടു ഡു ലൈക്ക് ചെയ്യ പോയിരിക്കെ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെല്ല് എന്നൊക്കെ പറയും. ബട്ട് ട്രൈ ടു ഫൈൻഡ് ദ റീസൺ, അല്ലെ? എന്തുകൊണ്ടാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ കുഞ്ഞ് അവിടെ ചെല്ലാത്തത്, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പോവാത്ത, ചിലപ്പോൾ അതൊരു വീട്ടിൽ പോവാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫോർ എവറി ലൈക്ക് അവർ കാണിക്കുന്ന എല്ലാ ബിഹേവിയറിനും ഒരു റീസൺ കാണും എന്നല്ലേ? ഓ യാ, ഡെഫിനറ്റ്ലി. ഈവൻ കൾച്ചർ ക്രോസ് ചെയ്യുമ്പോഴും ആ ഒരു ഇഷ്യൂ ഉണ്ടാവും. മൈ ഗേൾസ് വർ ബോൺ ആൻഡ് ബ്രോഡ് അപ്പ് ഹിയർ. അവര് നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ ആൾക്കാർ ലൈക്ക് ഭയങ്കര സ്നേഹമല്ല, ലൈക്ക് അവരുടെ ലൈക്ക് അവർ കുഞ്ഞ് ഇപ്പോഴല്ല, ഇപ്പൊ ടീനേജേഴ്സ് ആണ്, പക്ഷെ നേരത്തെയൊക്കെ അവരുടെ ചെള്ളക്കൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മോളെ എന്ന് പറയുമ്പോൾ, അപ്പൊ പറയുമ്പോൾ തന്നെ അവർക്ക് വേദന എടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അവർ ആക്ച്വലി ഇവിടെ ഭയങ്കര ലൈക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ഫോർ മീ ടു എക്സ്പ്ലെയിൻ ടു ദം ദാറ്റ് ഇറ്റ് ഈസ് എ കൾച്ചറൽ തിങ്. എന്നിട്ട് ഞാന് പിന്നെ നമുക്ക് അവരെ ഒഫൻഡ് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ വിഷസ് നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ വേണം. സോ ഐ ഹാഡ് ടു നാവിഗേറ്റ് ഇൻ എ വെരി വെരി കെയർഫുൾ വേ, സോ ദാറ്റ് ഫാമിലിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും ഒഫൻഡ് ചെയ്യാതെ തന്നെ വളരെ മൈൽഡായിട്ട് ആ കാര്യം നാവിഗേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ ആക്ച്വലി ബി വെരി കെയർഫുൾ. കാരണം പിള്ളേരുടെ വിഷസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. പിന്നെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇത് ഒരു കൾച്ചറൽ ഡിഫറൻസ് ആണെന്നും, പിന്നെ ഒത്തിരി നോവാണെങ്കിൽ പറയണം, ഇറ്റ് ഹേർട്സ് എന്ന് അവരോട് പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പം അവർ ഹേർട്ട് ചെയ്യാൻ വേണ്ടി അല്ല അത് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് അറിയത്തില്ല അവർ എത്ര ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ ഐ ജസ്റ്റ് ബ്രോട്ട് ദിസ് ആസ് എൻ എക്സാമ്പിൾ. കാരണം കൾച്ചർ ക്രോസ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് ഹി ഡെവലപ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 6 എന്നാണ് പറയുന്നത്. സ്കൂളിൽ ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ, പക്ഷെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു, നമ്മളിപ്പം പറയാണ് മോനെ വിളിച്ചിരുത്തി എന്താണ് കാര്യം എന്ന് ചോദിക്കുമെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു റാപ്പോ ആ കുട്ടിയോട് ഇല്ലെങ്കിൽ കുട്ടി ചിലപ്പോൾ ഓപ്പൺ അപ്പ് ആയെന്ന് വരില്ല, അല്ലെ? സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ, സെലിൻ ചേച്ചി പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ആൻഡ് മീറ്റ് പ്രോപ്പർ ഒരു പ്രൊഫഷണലിനെ പോയി കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ദാറ്റ് ഈ പ്രൊഫഷണൽ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കുണ്ടല്ലോ, സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഒരു ഫീലാണ് ആൾക്കാർക്ക്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇതിനോട് നോ അല്ലെങ്കിൽ ഇതിന് ചെയ്യാൻ ഒരു മടി. പക്ഷെ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഒരു ട്രസ്റ്റഡ് പേഴ്സൺ ആയിട്ടൊന്ന് വിചാരിച്ചിട്ട് പോയി കാണുക എന്നാണ് എന്റെ ഒരു ഇത്. കാരണം എനിക്ക് തോന്നുന്നു മാത്രമല്ല, ഇറ്റ്സ് എ പ്രൊഫഷണൽ. കാരണം നമ്മളിപ്പം ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുമ്പം പിന്നെ കിട്ടുന്ന അഡ്വൈസോ ട്രീറ്റ്മെന്റോ അല്ല നമ്മൾ പ്രൊഫഷണൽ അടുക്കൽ പോകുന്നത്. കാരണം നിങ്ങളത് സ്റ്റെഫി എന്നോട് അത് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്തോ ആയിരിക്കുമെന്ന്, റൈറ്റ്? So we know what could be the issue. We know what to do about it, what questions to ask, right? കാരണം റൈറ്റ് ക്വസ്റ്റ്യൻസ് ആ കുഞ്ഞിനോട് ചോദിക്കുകയും അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തെങ്കിലേ അവനിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു അപ്രോച്ചും അവന് കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ അവനെ ഫിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ അവനോട് ഇല്ല പോന്ന് പറഞ്ഞ അവനെ തെള്ളി വിടുവാണെങ്കിൽ വി ആർ ആക്ച്വലി പുഷിംഗ് ഹിം ഇൻടു മോർ ഫിയർ ആൻഡ് മോർ, ബിക്കോസ് ഹീസ് ഫീലിംഗ് അൺസേഫ് ഡീപ് വിതിൻ. അപ്പൊ ആ സേഫ്റ്റിയുടെ അൺസേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കണം. സോ ദാറ്റ്സ് ആൻ ഇമോഷണൽ ഇഷ്യൂ. അത് കുറച്ചും കൂടെ വളരാൻ നിങ്ങൾ സമയം കൊടുക്കാതെ, ഇപ്പം ഒരു 6 ആയപ്പോഴാണ് തുടങ്ങിയെന്ന് പറഞ്ഞു, 7, 8, 9, ഇറ്റ് ഹസ് ബീൻ 3 years. അത് അവൻ ആ ട്രോമ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഡോണ്ട് വേസ്റ്റ് ദ ടൈം. ലൈക്ക് ഒരാളെ പോയി കണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണ്, വി ട്രൈ പ്രേയിങ് വിത്ത് പാസ്റ്റർ. വൺ പ്രവാചകൻ ടോൾഡ് സം ഭൂതം ആൻഡ് ഹി പ്രേയ്ഡ്, പുഷ്ഡ് ഹിം ഡൗൺ എക്സെട്ര. ഹി വാസ് മോർ അഫ്രൈഡ് നൗ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മള് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ട് കാണും. ആൻഡ് അത് അടുത്ത കാര്യം എന്ന് പറയുന്നത് വിൽ ഗോ ടു പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഇസ് റോങ്, ബട്ട് ഐ എം സേയിങ് ദാറ്റ് എന്താ പറയാ, കുറച്ചും കൂടെ ഒരു ചേച്ചി പറയുന്നത് പോലെ ഒരു പ്രൊഫഷണൽ ഒരു രീതിയിൽ. ഇപ്പം എനിക്ക് പനി വന്നു, ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോവാതെ വേറൊരു എന്താ പറയാ ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് പോയ, ഇഫ് ഐ എം നോട്ട് ഗോയിങ് ടു എ ഡോക്ടർ, ലൈക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകാതെ ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് പോകുമ്പോൾ വാട്ട് ഈസ് ദെയർ ഫോർ, ലൈക്ക് ഒരു എഞ്ചിനീയർ എന്തിനാണ്, അയാൾ എന്താണ് പഠിച്ചത്, ആ ഒരു ഇതാണ് ചെയ്യാറ്. അപ്പം നമ്മൾ പ്രെയർ ഇറ്റ് ഈസ് റിയൽ, അല്ലെ? ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ബൈബിള് പറയുന്നു.
ഇറ്റ് ഈസ് റിയലി നീഡഡ്. അത് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഇറ്റ് ഈസ് നീഡഡ്. പക്ഷെ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മള് ഇതാണ് കുറച്ചുകൂടെ സേഫ്, ആരും അറിയത്തില്ല, നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് പ്രാർത്ഥിക്കും എന്നൊക്കെയുള്ള ഒരു ഫീലാണ്. ഇതൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ എന്റെ മോൻ എന്തോ ഭ്രാന്താണെന്ന് ആൾക്കാർ പറയും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. ലൈക്ക് ലാസ്റ്റ് ഒരു സെഷൻ കണ്ടിട്ട് എന്നെ ഒരു എനിക്ക് മെസ്സേജ് വന്നു. എന്റെ സെഷനിൽ വന്ന സൈക്കോളജിസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, സെയിങ് ദാറ്റ് നമ്മുടെ സെഷൻ കണ്ടപ്പോഴാണ് അവരുടെ ഒരു കൺഫ്യൂഷൻ മാറിയിട്ട് അവരെ പോയി മീറ്റ് ചെയ്തതെന്ന്. സോ ഇറ്റ് ഇസ് ലൈക്ക് എപ്പോഴും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്. സൈക്കോളജിസ്റ്റിനെ പോയി കാണണോ, എന്തോ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ പറയുന്ന പോലെ ഒരു ഫീൽ ആണ്. ആൻഡ് വി ആർ മോർ പ്രോൺ ടു, അല്ലെ, കുറച്ചുകൂടി ടെംപ്റ്റ് ചെയ്യുന്നത് എന്താന്ന് പറയുമ്പോ പാസ്റ്റേഴ്സിനെ നമ്മുടെ വീട്ടിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുക. ആൻഡ് അവന്റെ ട്രോമ അത് കൂടുന്നേ അല്ലാതെ ആ ഒരു ട്രോമ എനിക്ക് തോന്നുന്നില്ല അത് കുറയുന്നു. സോ ബെറ്റർ ടു ഗോ ആൻഡ് വിസിറ്റ് എ സൈക്കോളജിസ്റ്റ്. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ സ്റ്റെഫി, ബിക്കോസ് സ്റ്റെഫി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം ഐ എം ആൻ അഡ്വക്കേറ്റ് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് കെയർ. സോ ഈ ഇഷ്യൂ ആക്ച്വലി വന്നപ്പം ഐ കാൻറ്റ് go past that. So I just want to encourage you. See, we are created, നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ദൈവം നമുക്ക് ബോഡി ഉണ്ട്, നമുക്ക് മൈൻഡ് ഉണ്ട്, നമുക്ക് സ്പിരിറ്റ് ഉണ്ട്, റൈറ്റ്? അതിനാണ് നമ്മൾ ഹോളിസ്റ്റിക് എന്ന് പറയുന്നത്. വി ആർ ഹോളിസ്റ്റിക് ബീയിങ്സ്. നമ്മുടെ ബോഡി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഒരു ബോഡിയിൽ ഒരു എയിൽമെന്റ് വരുമ്പം അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറിന്റെ അടുക്ക പോകുന്ന പോലെ നമ്മുടെ മനസ്സിന് എയിൽമെന്റ് വരും. നമ്മുടെ മനസ്സിന് എയിൽമെന്റ് വരുമ്പോൾ നമ്മൾ ഒരു കൗൺസിലറിന്റെ അടുക്കലോ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കലോ പോകും. സൈക്യാട്രിസ്റ്റിന്റെ അടുക്കൽ പോകുന്നതൊന്നും കുഴപ്പമില്ല. സൈക്യാട്രിസ്റ്റ് എന്താ ചെയ്യുന്നത്? Psychiatrist is a medical doctor who prescribes medication for depression and anxiety and mental health problems. So psychiatrist usually അങ്ങനെ ഒത്തിരി കൗൺസിലിംഗ് ചെയ്യാറില്ല. ചിലപ്പോൾ they also integrate counseling into some doctors do. പക്ഷെ അവർ കൂടുതലും മരുന്നാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന് പ്രശ്നം വരുമ്പം മനസ്സ് എന്ന് പറയുന്നത് ബോഡി പോലെ തന്നെ ഹേർട്ട് ആകുകയും രോഗം വരികയും ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ബീയിങ്ങിന്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ടല്ലേ ഇവന് യേശുവിനെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹി ഈസ് എ വണ്ടർഫുൾ കൗൺസിലർ, അല്ലെ? എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അവൻ നമ്മുടെ മനസ്സിനെയും ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ആ യേശുവിനെ നമ്മൾ വൈദ്യനായിട്ടും കാണുന്നുണ്ട്. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിഷ്യൻ. അപ്പം ഡോക്ടേഴ്സും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും psychiatrists will come under doctors, because it's a medical model. ഇവരെല്ലാരും ആരെയാണ് മോഡൽ ചെയ്യുന്നത്? യേശു ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള മോഡൽ, റോൾ മോഡൽ. Because he is the greatest physician. He is the wonderful counselor, right? അപ്പം നമ്മുടെ ബോഡിയിൽ എയിൽമെന്റ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മൾ പാസ്റ്ററിന്റെ അടുക്കൽ പോവുകയും എണ്ണ തേക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ ഡോക്ടറിനെയും കാണും എന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിന് പ്രശ്നം വരുമ്പോഴും പാസ്റ്ററിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാസ്റ്ററോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പം തന്നെ also see a counselor, a professional counselor or psychologist, because they're professionally trained. അവർ ട്രെയിൻഡ് ആണ് പ്രൊഫഷണലി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് I would encourage you to do that. Please don't feel ashamed. കാരണം നമ്മുടെ പാർട്ട് ഓഫ് ദ ബീയിങ് ആണ്. അതിനെ നർച്ചർ ചെയ്യുകയും അതിനെ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയും ചെയ്യുന്നത് നമ്മുടെ കടമയല്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. സോ പ്ലീസ് ഡോണ്ട് ഫീൽ ashamed to do that. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇപ്പോഴത്തെ ഉള്ളൊരു ജനറേഷനിലെ ആളാണ്. പക്ഷെ നമ്മുടെ ഒരു ജനറേഷന് മുമ്പുള്ളവർ പോലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ളവർ പോലും മടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹാബിറ്റ് ഇല്ല, അല്ലെ? അല്ലെങ്കിൽ നമ്മളങ്ങനെ പോയിട്ടില്ല, അല്ലെങ്കിൽ വി നെവർ ലൈക്ക് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് വി നീഡ് സമ്മൺ ടു കൗൺസിൽ അവർ സെൽഫ്, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെന്റലി അല്ലെങ്കിൽ ഒരു ഇമോഷണലി സപ്പോർട്ട് വേണം എന്നൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അതിന് നമ്മൾ എന്താ പറയാ ഇറങ്ങിയിട്ടില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ടാകാം ഇപ്പം ആ ഒരു ജനറേഷനെ തന്നെ നമ്മളും ഫോളോ ചെയ്ത് വരുന്നത്.
അതുകൊണ്ടാണ് നമുക്കും ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പ്രോബ്ലം വരുന്നത്. ബട്ട് ഇറ്റ് റിയലി വർക്ക്സ്. അതും പ്രത്യേകിച്ച് ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ വന്നു. കാരണം 6 years തൊട്ട് തുടങ്ങിയതാണ്. ആൻഡ് ഹീസ് 9 years റൈറ്റ് നൗ. ആൻഡ് ഇപ്പോഴും അതിനൊരു ചേഞ്ച് ഇല്ല. അപ്പം എത്ര ഡീപ്പായിരിക്കും ആ ഒരു ട്രോമ എന്ന് എനിക്കൊരു ഫീൽ വരുന്നു. അതായത് അതുകൊണ്ടാവാം അത് ചേഞ്ച് ചെയ്യാതെ, അല്ലെങ്കിൽ ഹി കാൺ ഫോർഗെറ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ഇപ്പോഴും അതേ ഒരു ഫീൽ വരുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹിസ് സ്കൂൾ ഒരു വരുമ്പം മേ ബി ഒരു ഫീൽ സേഫ് അല്ലെങ്കിൽ ഒരു സേഫസ്റ്റ് പ്ലേസ് എന്നുള്ളൊരു ഫീൽ ആവുന്നത് കൊണ്ടാകാം ഹീസ് ഓക്കെ വിത്ത് സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവുന്നു. വെൻ ഇറ്റ് കംസ് ടു ബാക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ചൊന്ന് ഇതാവാൻ കാരണം അതായിരിക്കും. ആൻഡ് ഞാൻ എപ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആ ഒരു സേഫസ്റ്റ് പ്ലേസ് ആവാൻ ചിലപ്പോൾ അവരെ വഴക്ക് പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഇതായിരിക്കും. നമ്മളത് പറയുമ്പം അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, നമ്മുടെ പേരൻസിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, അവരെന്നെ വഴക്ക് പറയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത കൊണ്ടായിരിക്കാം ചിലപ്പം നമ്മളോട് ഓപ്പൺ അപ്പ് ആവാത്തത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ആൻഡ് എന്താ പറയുക, മീറ്റ് എ പ്രൊഫഷണൽ പേഴ്സൺ. അവരുടെ അടുത്ത് കുറച്ചും കൂടെ ഓപ്പൺ അപ്പ് ആവുകയും ചെയ്യും. ആൻഡ് ഐ ബിലീവ് ഇൻക്ലൂഡിങ് ഡോക്ടർ സെലിൻ, എവ്രിബഡി സ്റ്റിക്ക് ടു ദാറ്റ്. എന്താ പറയാ, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. വാട്ട് എവർ യു ആർ സെയിങ് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അവരെ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നത്. അതല്ല ഒരു സാധാരണ വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോയി പറയുമ്പോൾ ഉള്ള പ്രശ്നം ഇവരുടെ അടുത്ത് പറയാൻ അത്ര എന്താ പറയാ പേടിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഇസ് ട്രൂ. എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ, നാളെ ആൾക്കാർ അറിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്യൂച്ചർ പോയില്ലേ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു തോട്ടിലാണ് ആൾക്കാര് അതൊക്കെ വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ എന്നുള്ളൊരു ചിന്ത. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾ പോയി തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു, റാദർ ദാൻ അത് വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള ചിന്തിക്കാതെ. ബിക്കോസ് ദാറ്റ് ബോയ് ഈസ് ഹാവിങ് ഗ്രേറ്റ് ഫ്യൂച്ചർ. അവന്റെ ഫ്യൂച്ചറിൽ നമ്മളും കൂടെ ഒന്ന് എന്താ പറയാ ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഗോ ആൻഡ് മീറ്റ് സംബഡി. ആൻഡ് യാ, നമ്മളിപ്പോ കുറെ ടൈമായി, 1 hour 10 minutes ആയി. ബട്ട് ഐ ഹോപ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം അല്ലേ? ശരി, നമുക്കിനി 3 more questions ഉണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വായിച്ചു പോവാം, എന്നിട്ട് which all you can cover, you just cover it. Okay. How to discipline kids at home, especially when children are being raised in USA and Canada, where even shouting at kids is considered abusive. Like earlier, our parents used to take road to beat us or give us nice pinch to correct us. So how do we discipline kids these days? അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു ക്രിയേറ്റ് ഓർ മേക്ക് സ്പിരിച്വൽ എൻവയോൺമെന്റ് അറ്റ് ഹോം ഫോർ കിഡ്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷുഡ് വി ടീച്ച് അവർ ഡോട്ടേഴ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോഡസ്റ്റ് ഡ്രസ്സിംഗ്? ഷുഡ് വി സെറ്റ് ലിമിറ്റ് ഫോർ ഡ്രസ്സിംഗ് ഓർ ഷുഡ് വി ലെറ്റ് ദം ഡ്രസ് the way they want? Great questions, thank you. Discipline, right? അതായിരുന്നല്ലോ വേർഡ് ആ ക്വസ്റ്റ്യനിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള വേർഡ് ഡിസിപ്ലിൻ ആയിരുന്നല്ലോ. ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഇറ്റ് കംസ് ഫ്രം ദിസ് റൂട്ട് വേർഡ് കോൾഡ് ഡിസൈപ്പിൾ, റൈറ്റ്? ഡിസൈപ്പിൾ എന്ന് പറയുന്നത് അതൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്, ഡിസിപ്ലസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് അതിന്റെ ഒറിജിൻ. സോ അതിന്റെ അർത്ഥം എന്താണ്? ലേണർ, എ സ്റ്റുഡന്റ്. സോ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുമ്പം വി forget the purpose of it. നമ്മുടെ purpose എന്താണ് ഡിസിപ്ലിൻ? We need to teach our children how to behave, right? How to do well. അപ്പം അതിന് അടി ആവശ്യമാണോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ്? നമ്മള് when I grew up, I think I got spanked a few times, not a lot. പിന്നെ പിഞ്ചിങ്, സ്കൂളിലൊക്കെ പിഞ്ചിങ് ഒക്കെ ആക്ച്വലി ടീച്ചേഴ്സ് കോമൺ ആയിരുന്നു. ചൂരൽ വടിയും കൊണ്ട് ടീച്ചർ വരുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇന്ത്യൻ സ്കൂൾസിലൊന്നും അതില്ല, ചൂരൽ കൊണ്ടൊന്നും വരാൻ പാടില്ല, ബിക്കോസ് ഓഫ് ദി അബ്യൂസീവ് നേച്ചർ ഓഫ് ഇറ്റ്. എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോ എന്റെ അനിയനൊന്നും അതിന്റെ ഒരു കാൽഭാഗം പോലും കിട്ടിയിട്ടില്ല. ഞാനായിരുന്നു വീട്ടില് ഒറ്റ ഇതായിട്ട് വളർന്നത് കൊണ്ട് ചൂരലിന്റെ എണ്ണമൊക്കെ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, അതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങേ അച്ഛണ്ട്. സോ ഞാൻ ഡാർക്ക് ആയോ? ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അത് ഓഫ് ചെയ്ത്. ഇസ് ഇറ്റ് ഓക്കെ? ഇവിടുത്തെ ഇത് ഡാർക്ക് ആയ എൻവയറൺമെന്റ്. ഇസ് ഇറ്റ് ഓക്കെ?
Yeah. ഇവിടെ റെയിനിങ് ആണ്, അതുകൊണ്ട് Oh, എന്താ okay. ഇങ്ങനെ ഭയങ്കര ക്ലൗഡി ആയിട്ട് കിടക്കുക. അപ്പൊ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഒത്തിരി അടിക്കുന്നുണ്ട് മുഖത്ത്. സോ എനിവേ, അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണല്ലോ. അപ്പം ഈ ടീച്ചിങ്ങിന് വേണ്ടി നമുക്ക് വടി എടുക്കണോ, നമുക്ക് പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അത് ഏത് കൾച്ചറിലാണ്, അത് കാനഡയിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും മിഡിൽ ഈസ്റ്റ് മസ്കറ്റിലായാലും, ദ ക്വസ്റ്റ്യൻ ഈസ് പിന്നെ ഇത് വടിയെടുക്കേണ്ടെന്ന് ആവശ്യമാണ്. ഇത് സ്റ്റെഫി തന്നെ മുമ്പ് പറഞ്ഞല്ലോ, സ്റ്റെഫിയുടെ ആഷറിനെ ആക്ച്വലി ഡിസിപ്ലിൻ ചെയ്യുന്ന പോലെ അല്ല കൊച്ചു മോനെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. അവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് അതിനെ എടുത്തത്, റൈറ്റ്? ഒരാൾക്ക് ടൈം ഔട്ട് കൊടുക്കുവാണെങ്കിൽ ഹീസ് ഫൈൻ, ബട്ട് ദി അതർ വൺ ഈസ് നോട്ട് ഗോയിങ് ടു ബി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പം വി ഹാവ് ടു റിയലി ടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അത് വാട്ട് ദാറ്റ് ക്ലിയർലി ടീച്ചസ് us is that our children are different. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡിസിപ്ലിനിങ്ങും the method that we use also should be different. കാരണം അവർക്ക് ഏതാണ് അവർക്ക് വർക്ക് ആകുന്നത് അതാണല്ലോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെ? പ്രോബ്ലം നമ്മൾ കാണുന്ന നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന, പ്രത്യേകിച്ച് when it comes to അടി, is that ഈ US-ലും കാനഡയിലും വെസ്റ്റേൺ കൾച്ചേഴ്സിൽ അത് ബാൻ ചെയ്തതിന്റെ മെയിൻ കാര്യം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പം സ്കൂൾസിലൊന്നും വടി എടുക്കാത്തതിന്റെ മെയിൻ കാര്യം അബ്യൂസ് നടക്കുന്നത് കൊണ്ടാണ്. We have a tendency to misuse our power. നമ്മൾ പേരൻസ് ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അതോറിറ്റിയുടെ അണ്ടറിലാണ്, റൈറ്റ്? ദേ ആർ സബ്സർവിയന്റ് ടു us എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ. ഞാൻ പറയുന്നത് നീ കേൾക്കണം, റൈറ്റ്? നമ്മൾ അങ്ങനെയാണല്ലോ. ഐ മീൻ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. they are under our authority. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ അണ്ടറിലായിരിക്കുമ്പം നമ്മൾ ആ പവർ, നമുക്ക് അവരുടെ മേലിലുള്ള പവറിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുക. ആ മിസ്യൂസ് സംഭവിച്ചത് കൊണ്ടാണ് അടിക്കരുതെന്നും ഫിസിക്കൽ പണിഷ്മെന്റ് ബാൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഓൺ പ്രോബ്ലം ആണ് ആക്ച്വലി. നമ്മൾ തന്നെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ റൂൾ വന്നത്. പക്ഷെ ഏതാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവരെ ഒബേ ചെയ്യിപ്പിക്കാനും, അവരെ ബിഹേവ് ചെയ്യിപ്പിക്കാനും, അവരെ കംപ്ലൈ ചെയ്യിപ്പിക്കാനും ഏതാണ് ശരിക്കും ആക്ച്വലി വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒത്തിരി റിസർച്ച് നടക്കുന്നുണ്ട് ഈ ഫീൽഡിൽ. ഈവൻ ടൈം ഔട്ട്, റൈറ്റ്? ടൈം ഔട്ട് ഹാസ് ആക്ച്വലി എ ലോട്ട് ഓഫ് നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ്. ബിക്കോസ് പിന്നെ ഡാൻ സീഗൽ എന്നും പറഞ്ഞൊരു റിസർച്ചർ ഉണ്ട്. ഹീസ് റിയലി ഗുഡ് ഇൻ ടോക്കിംഗ് അബൌട്ട് ബോഡി ബേസ്ഡ് തെറാപ്പി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പുള്ളിക്കാരൻ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞായിരുന്നു, പിന്നെ ഒരു റിസർച്ച്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ റിസർച്ച് സ്റ്റഡി ദാറ്റ് നമ്മളിപ്പം റിലേഷണൽ പണിഷ്മെന്റ് ഉണ്ടല്ലോ. ഫോർ ഇൻസ്റ്റൻസ്, നമ്മളിപ്പം ടൈം ഔട്ട് ചെയ്യുമ്പോൾ, ആ ടൈം ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഐസൊലേറ്റ് ചെയ്യുക. നമ്മളിൽ നിന്ന് അവരെ ഐസൊലേറ്റ് ചെയ്ത് വേറെ ഒരിക്കലും നമ്മളവരെ ഒറ്റയ്ക്ക് ഇരുത്തുകയാണ്. സോ ആ ഐസൊലേഷൻ പ്രോസസ്സിൽ they will feel rejected. ആ റിജക്ഷൻ അല്ലെങ്കിൽ ആ ഐസൊലേഷൻ actually causes the same kind of pain in their brain, just like physical punishment does. അപ്പൊ അവര് ബ്രെയിൻ സ്കാൻ ചെയ്തപ്പം ബ്രെയിനിലെ പല ഏരിയാസ് ലൈറ്റപ്പ് ചെയ്തു. എപ്പം ഈ ടൈം ഔട്ടിന്റെ സമയത്ത് സംഭവിച്ച അതേ ഏരിയാസിലാണ് പിന്നെ ഡിഫറൻസ് കണ്ടത് ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. Does it make sense? So same thing, it looked the same. The brain scan looks the same. So rejection or isolation or loneliness causes same pain as physical punishment does. So പുള്ളിക്കാരൻ പറഞ്ഞത്, can we adapt it? Can we have an alternate way to do this? അപ്പൊ മെയിൻലി നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവൻ അവർ മിസ്ബിഹേവ് ചെയ്യുമ്പോഴും അവരുമായിട്ട് നമുക്കൊരു അറ്റ്യൂൺമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ? ആ അറ്റാച്ച്മെന്റിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? സോ പണിഷ്മെന്റ് ചെയ്യുമ്പം, അടിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, വി ആർ വെരി ഇമോഷണലി ഡിസ്റെഗുലേറ്റഡ്. ഇറ്റ്സ് വെരി കോമൺ. അതുകൊണ്ടാണ് നമ്മൾ വടി വെച്ചിട്ട്
നല്ല അടി കൊടുക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ആ അടിയുടെ ഫോഴ്സ്, ആ പ്രഷർ ഈസ് കമ്മിങ് ഫ്രം അവർ ഇമോഷണൽ ഡിസ്റെഗുലേഷൻ. നമ്മൾ ആംഗ്രി ആണ്. വൈ? ബിക്കോസ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിഡന്റ് ഒബേ us, റൈറ്റ്? ആൻഡ് വി വാണ്ട് them to be compliant. നമ്മൾ ഭയങ്കര ആംഗ്രി ആയിട്ട് നമ്മളെ അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫിസിക്കലി മുറിവുണ്ടാകും, ഭയങ്കര പെയിൻ ഉണ്ടാവും. It will also leave scars in their emotions. പക്ഷേ ഇവിടെ ചില പേരൻസ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഇവിടെ വെസ്റ്റേൺ കൾച്ചറിൽ വന്ന് ചെയ്യാറുണ്ട്, ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് മെയിൻ ആയിട്ടും, they use rod, they use വടി for punishment. പക്ഷേ അവര് ടൈം എടുക്കും. ഇപ്പം ഒരു കുഞ്ഞ് മിസ്ബിഹേവ് ചെയ്തെങ്കിൽ അവർ ടൈം എടുക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യും എന്തിനു വേണ്ടിയാണ് അവർക്ക് അടി കിട്ടിയത്. ബിക്കോസ് വാട്ട് ഹാപ്പൻസ്, ഞാനിത് കണ്ടിട്ടുണ്ട് മെനി ടൈംസ്. പലപ്പോഴും പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഹാവ് നോ ഐഡിയ വൈ ദേ ഗോട്ട് ദ സ്പാങ്കിങ്. അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്തിനാണ് എനിക്കിപ്പോ അടി കിട്ടിയെന്ന്. അടിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇതിനാണ് അടി കിട്ടിയത്. അപ്പൊ ആ അടി കൊള്ളുമ്പം ഒന്ന് ഓർത്തു നോക്കണം, ഇമോഷണൽ പെയിൻ ദാറ്റ് വി ആർ ഇൻഫ്ലിക്റ്റിംഗ് ഓൺ ദം. We are actually misusing our power over our children. So ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കുന്നത്, നമ്മൾ ഏത് ഡിസിപ്ലിൻ ഉപയോഗിച്ചാലും, ചിലപ്പോൾ അതൊരു ടൈം ഔട്ട് ആയിരിക്കും, ചിലപ്പം അടിയായിരിക്കും, വട്ട് എവർ ദാറ്റ് ഈസ്, ആർ വി ഇൻ കൺട്രോൾ ഓഫ് അവർ ഇമോഷൻസ്? അല്ലെ? ഒരു കുഞ്ഞൊരടിയോ എന്തെങ്കിലും ഇങ്ങനെ ഒരു കൊട്ട് കൊടുത്താൽ തന്നെ that should not leave a scar, that should not leave any bruise on their bodies. കാരണം ഇവിടെ ആക്ച്വലി ബ്രൂസ് കണ്ടിട്ട് സ്കൂളിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ you will be in trouble as a parent. കുഞ്ഞുങ്ങൾ ആരോടെങ്കിലും പറയുവാണെങ്കിൽ you will be in trouble. See, ആ റൂൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൾക്കാർ മിസ്യൂസ് ചെയ്തതുകൊണ്ടാണ്. റാമ്പന്റ് ആണ്. നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻ കൾച്ചറിലും ഇവിടെ ആക്ച്വലി ഈവൻ under the influence of drugs and alcohol and all, people discipline their children, and they use belt to discipline. Belt. That is abuse. നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ അതോറിറ്റിയിലാണ്, പക്ഷെ അവരെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ചെയ്യേണ്ടുന്നത്, അവരെ പഠിപ്പിക്കേണ്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറ്റുന്നത് വെച്ചാൽ, നമ്മൾ അവരെ പഠിപ്പിക്കാനാണ് നമ്മുടെ ഗോളെങ്കിൽ, this is disciplining and there are disciples, പഠിപ്പിക്കാനാണ് ആക്ച്വലി നമ്മുടെ പർപ്പസ് എങ്കിൽ, ഫിയർ ഇൻസ്റ്റിൽ ചെയ്ത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഫിയർ റെസ്പോൺസ് വരുമ്പം we will not learn anything. കാരണം our logical mind is inactive. The emotional mind is very active. അതാണ് അമിഗ്ഡല എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ. അമിഗ്ഡല becomes more active and our frontal lobe becomes inactive. കാരണം ഫിയർ റെസ്പോൺസ് വരുമ്പം you want to run away. അതുകൊണ്ടല്ലേ നമ്മൾ വടിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടുന്നത്. Why? They want to protect themselves. ഫിയർ റെസ്പോൺസ് അവരുടെ ബ്രെയിനിൽ ഫിയർ ഹൈജാക്ക് ചെയ്തു അവരുടെ ബ്രെയിനിനെ കംപ്ലീറ്റ്. ആ സമയത്ത് നമുക്ക് എങ്ങനെ അവരെ പഠിപ്പിക്കാൻ പറ്റും? സോ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ഇവൻ അടിക്കുവാണെങ്കിൽ തന്നെയും it has to be very light in the sense that they will remember why they got the spanking. പക്ഷേ എക്സ്പ്ലനേഷനിലാണ് മെയിൻ ആയിട്ട് കാര്യം. If we are going to teach them any behavior, any lesson, we have to be compassionate, we have to regulate our own emotions. നമ്മൾ വിചാരിക്കും അവനെ കുറെ അടി കൊണ്ടതുകൊണ്ട് അവൻ ഇങ്ങനെ ആയെന്ന്. ആക്ച്വലി അവന്റെ ഉള്ളിൽ എന്തൊക്കെ ഫിയർ ഉണ്ടെന്ന് അവരോട് തന്നെ ചോദിച്ചാൽ മതി. ശരി, അത് അവരുടെ ബിഹേവിയറിൽ, അവരുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ, അവരുടെ മാരേജില്, അവരുടെ ഓൺ പാരന്റിങ്ങില് എല്ലാം that's going to influence. സോ പല നെഗറ്റീവ് ഇമ്പാക്ട്സ് ആക്ച്വലി നമ്മൾ അവരുടെ ഉള്ളിൽ ഇൻഫ്ലിക്റ്റ് ചെയ്യും, knowingly or unknowingly. So my question is, what works best for your children? And make sure that when you discipline your children, you are in control, that you are not losing your control of your own emotions. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അതോറിറ്റിയിലെ അണ്ടറിലാണ്, പക്ഷേ we can never misuse our power. കാരണം ദൈവത്തിൽ തന്നെ ആക്ച്വലി എഴുതിയിട്ടുണ്ട്, എഫേഷ്യൻസിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? We should not provoke the children.
We should not provoke our children. ആ ദൈവവചനം തന്നെയാണ് പറയുന്നത്. We should not provoke our children to anger. അവർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാകാൻ നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് നമ്മൾ അവരോട് കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും. അത് മനസ്സിലാകണം. ഞാൻ ആക്ച്വലി ഒരു മെത്തേഡ് ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്നത്, because I have teenagers now, is that I tell them, you know how to think. Sit down for a moment and think about it. Think about it. You know the logic behind that. So I ask them to think about it. It's okay to show your emotions. It's totally fine. Ashe, what did you think about? Go on. So അവര് ജസ്റ്റ് അവരുടെ ബുക്കും കൊണ്ട് പോവുകയോ എവിടെയെങ്കിലും പോയിരുന്ന് അവർ വായിച്ച് അതിനെപ്പറ്റി തിങ്ക് ചെയ്യും. Then we will have a discussion later. Okay, what did you think? What did you learn? What did you come up with? പിന്നെ ചില കാര്യങ്ങളിൽ you are very firm, right? You have to be very firm with our children. നമ്മൾ firm ആയില്ലെങ്കിൽ that is not part of discipline. Discipline is, firmness is part of discipline, right? We cannot be lenient like that. We cannot be loose in our parenting. Our firmness കൊണ്ടുവന്നിട്ട് no, that is a no. You cannot ask me one more time. Well, I already said no, and the reason is this. Right? ഈ ഡയലോഗ് എനിക്ക് പറയുമ്പം ആക്ച്വലി ഞാനിത് പറയും, എന്നിട്ട് എനിക്ക് തന്നെ ഒരു ഫീല് വരും, ഞാനിത് പറയണമായിരുന്നു എന്ന്. ഞാൻ എപ്പോഴും പറയും, ഇഫ് മമ്മ സേസ് നോ ഇറ്റ് ഇസ് എ നോ എന്ന് പറയും. പക്ഷെ പിന്നെ എനിക്കൊരു ഇത് വരും, വാസ് ഐ ടു ഹാഷ് ആയോ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഇത് വരും. ബട്ട് ഇറ്റ് ചിലപ്പം അത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ അവര് വന്ന് ചോദിക്കുമ്പോൾ ഇഫ് ഐ സേ നോ, രണ്ടാമത് ചോദിക്കില്ല. ബിക്കോസ് ഐ ഓൾവേസ് ടെൽ ദം ലൈക്ക് ഇഫ് മമ്മ സേസ് നോ ഇറ്റ് ഇസ് എ നോ എന്ന് പറയും. പക്ഷെ ദെൻ അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഒരാള് വടി എടുക്കുമ്പോഴേ ഓടും, അടുത്ത ആള് വടി ഇരിക്കുമ്പോ അവിടെ ഇരിക്കും. സോ എനിക്ക് വടിയും കൊണ്ട് അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഹീസ് ടു അഫ്രെയ്ഡ് ഓഫ് ദാറ്റ്. അപ്പം വടി മാറ്റി വെച്ചാലേ അവൻ എന്റെ അടുത്ത് വരുള്ളൂ. രണ്ടാമത്തെ ആൾ അങ്ങനെയല്ല. രണ്ടാമത്തെ ആള് വടി കണ്ടാലേ എന്റെ അടുത്ത് വരുള്ളൂ. വടി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹിൽ ബി ലൈക്ക് ഓക്കെ, ഹി ഡസൻ കെയർ എന്നുള്ളൊരു ഫീലാണ്. വടി കണ്ടാൽ അവൻ അടുത്ത് വരും. അവന് മനസ്സിലാവും, ഓക്കെ അമ്മ ഇസ് ആംഗ്രി, അമ്മയുടെ അടി കിട്ടും എന്ന് അവന് മനസ്സിലാവും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ പിള്ളേരുടെ ഇതനുസരിച്ച് അവരോട് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് എന്താ പറയാ, അവരെ ശിക്ഷിച്ച് വളർത്തുക അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക എന്നാ ബൈബിളും പറയുന്നത്. സോ അത് നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദർ ആൻസർ. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചവരോടും താങ്ക് യു സോ മച്ച്. ഐ നോ ഇറ്റ് ഇസ് വെരി ലേറ്റ്. നമ്മള് 1.5 hours എടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി. ദിസ് ഇസ് അവർ സെക്കൻഡ് പാർട്ട്. ആൻഡ് ഗോഡ് വില്ലിംഗ്ലി നമ്മൾ തേർഡ് പാർട്ടും ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് വി ആർ ഗെറ്റിംഗ്, നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആ രണ്ട് ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. Modesty in clothing, right? See, I always bring the part of God's word and into my parenting. So, but a biblical model ആണ് നമ്മുടെ parenting ഏറ്റവും important, more than culture. Culture is shifting, പക്ഷെ Bible never shifts. So, നമ്മുടെ parenting, when it is based on God's word, it is solid. We are standing on a solid rock that doesn't shift, that doesn't change. സോ ഞാൻ എപ്പോഴും എൻ്റെ പെൺകുട്ടികളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഓണറിങ് ടു ഗോഡ് വെൻ യു വെയർ ദിസ്? I ask a lot of questions to them in my parenting because they're teenagers, they can think. What do you think? Is it honoring? Just imagine this. Okay, when you went to a store like this, Jesus showed up there. Do you think it would be honoring to him if you wear this? അപ്പൊ അവര് തന്നെ, ഞാനൊന്നും പറയുക പോലും വേണ്ട, അവര് തന്നെ അതെല്ലാം ചേഞ്ച് ആവും. മെനി ടൈംസ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ ലൈക്ക് ഇൻ വെയറിങ്. കാരണം കൂടുതലും ഈ ക്വസ്റ്റ്യൻ വരുന്നത് വാങ്ങിക്കുമ്പോഴാണ്. കാരണം വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ വെയർ ചെയ്തില്ലല്ലോ. സോ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പെർമിഷൻ എടുക്കുമ്പോഴാണ് ഐ ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇഫ് യു ബൈ ദിസ്, how this is going to impact God and God's name. പിന്നെ മെനി ടൈംസ് ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫിറ്റിംഗ് ഇൻ. അപ്പൊ എനിക്കിത് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുമോ, എന്റെ പ്രിയേഴ്സിനോട് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ദെൻ ക്വസ്റ്റ്യൻ കംസ്, why do you want to fit in? What kind of ways that you want to fit in? I'm not dismissing their desire to fit in. Fit in ചെയ്യുന്നത് എല്ലാവരുടെയും ഡിസയർ. We all want to belong to, we all want to fit in. പക്ഷെ എങ്ങനെ നമുക്ക് ഏതൊക്കെ വേയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റും? So that is another important aspect that I bring to
bring into modesty. And the question was, should I teach my girls about modest dressing or modest clothing? Yes, we should teach our children. If we don't, who will? That's the question. In a spiritual environment, again, modeling behaviors among couples, prayer in the morning and evening, not like a ritual, but show them what is the purpose behind it and teach them whenever there is an opportunity, not like lecturing in a way, പക്ഷേ നമ്മുടെ ഓൺ ആക്ഷൻസിൽ കൂടെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. Walking the talk, that is more important, modeling. So thank you for listening, and thank you for your questions. And again, I want to encourage you that our model is Jesus, our role model is Jesus, and he's the man, he is the person, he is the one that we follow. അപ്പം നമ്മുടെ എല്ലാ പാരന്റിങ്ങിലായാലും നമ്മുടെ ഇംപെർഫെക്റ്റ് വേയിൽ കൂടെ തന്നെ നമ്മുടെ ഡിസയർ ആണ് നമുക്ക് ദൈവത്തെ ഫോളോ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം തന്ന ഗിഫ്റ്റ്സ് ആണ്, റൈറ്റ്? നമ്മുടെ അല്ല നമ്മുടെ കുഞ്ഞു, ദേ ആർ ഗിഫ്റ്റ്സ് ഫ്രം ഗോഡ്. ആൻഡ് പാരന്റിങ് ഈസ് എ സ്റ്റിവാർഡ്ഷിപ്പ്. നമ്മുടെ കാശ് ചെലവാക്കുന്നത് പോലാണ് നമ്മുടെ പാരന്റിങ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാരന്റിങ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാ റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ സ്റ്റിവാർഡ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ആർ വി ഫെയ്ത്ത്ഫുൾ ഇൻ അവർ പാരന്റിങ്? So trust in God. God will give us strength and grace to do this responsibility well. So God bless you all. Thank you so much, Dr. Selin. Actually, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് കുറെ ക്വസ്റ്റ്യൻസ് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കമന്റ് സെക്ഷനിലൂടെ വന്ന ക്വസ്റ്റ്യൻസ് എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ടൈം കിട്ടാതെ പോയത്. എനിവേ താങ്ക് യു സോ മച്ച്. അതിൽ എല്ലാം കവർ ചെയ്യാനായിട്ട് കാണിച്ചതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, കറക്റ്റ് ആണ്. നമ്മൾ 2 സെഷനിലും പറയുന്ന ഒരു കാര്യമാണ്, നോബഡി ഈസ് പെർഫെക്റ്റ് അല്ലേ. ഒരു പെർഫെക്റ്റ് പേരന്റ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. ആ ഒരു ഇംപെർഫെക്ഷനിലും കൂടെ നമുക്ക് ഹെൽപ്പിന് ആരെ വിളിക്കാം? കർത്താവിനെ വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തിങ്ക് ഇൻ എ വേ ദാറ്റ് മക്കളെ യേശുപ്പച്ചനായിരുന്നെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു? യേശുപ്പച്ചൻ അവിടെ വന്നിരുന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? അല്ലെങ്കിൽ ലൈക്ക് നമ്മള് പേരൻസിന്റെ ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പിള്ളേരുണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ, അല്ലെങ്കിൽ പിള്ളേർ കാണുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കണം. അതേപോലെ തന്നെ നമ്മൾ മക്കളോടും പറഞ്ഞു കൊടുക്കണം, എന്താണ് മക്കളെ, യേശുപ്പച്ചനുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ യേശുപ്പച്ചൻ കേൾക്കും, നീ ഇങ്ങനെ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് പറയുന്നത് നമ്മുടെ 2 പേരുടെയും ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ എന്ത് ലെക്ചർ ചെയ്താലും അത് ഓക്കെ എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ തീർക്കാവുന്ന ഒരു ലെക്ചറാണ്. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടെ അത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്. സോ പേരന്റിംഗിൽ ഏറ്റവും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആൾക്കാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പേരന്റിങ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മള് ഇതുവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചെയ്ത കാര്യങ്ങളായിരിക്കില്ല. മേ ബി വി ഷുഡ് കീപ്, നമ്മള് ദൈവത്തെ റോൾ മോഡൽ ആക്കി നിർത്തി നമ്മുടെ കിഡ്സിന് ചിലപ്പോൾ ഒരു പുതിയ കാര്യമായിരിക്കും കാണിച്ചു കൊടുക്കേണ്ടത്. ബിക്കോസ് വെൻ ഇറ്റ് വാസ് ദെയർ ഏജ്, അവരുടെ ആ ഒരു ജനറേഷനിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അവരും ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം വന്നത്. അവർക്ക് ആരും കാണില്ല പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ടാണ് ചിലരോട് നമ്മൾ പറയും, ആസ് എ ഫാദർ ലവ്സ്, നമ്മൾ ദൈവം ഒരപ്പൻ നമ്മളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ മേ ബി അവരുടെ അപ്പൻ അവരെ സ്നേഹിച്ച് കാണത്തില്ല. സോ നമ്മൾ പറയുന്നത് ആരോടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. സോ ദാറ്റ് ടൈം നമുക്ക് നല്ലൊരു അപ്പനായിട്ട് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മക്കളോട് പറയാം, സി, ഞാൻ നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതിന് ഇരട്ടിയായിട്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം നമുക്ക് എന്താവാം, നമുക്കൊരു റോൾ മോഡൽ ആവാം അല്ലെ. അപ്പം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ അപ്പനും അമ്മയും നമ്മളോടാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. കാരണം ഇവിടെ തന്നെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഞാൻ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോകാൻ കൊച്ചിലേക്ക് ഓടുമായിരുന്നു. അപ്പം സെയിം തിങ് ഐ എം സീയിങ് ഇൻ മൈ സൺ. എന്റെ മൂത്ത ആള് ഒരു റൂമിൽ നിന്ന് ഒരാടുത്ത് വരുമ്പോഴത്തേക്കും നലിച്ചെന്റെ ഓടിയാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എന്റെ ഒരു മിനി പീസിനെ ഞാൻ കാണുന്ന പോലാണ്. സോ ഐ വോണ്ട്, എനിക്ക് എന്തൊക്കെ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കിട്ടിയോ അതിൽ നല്ല കാര്യങ്ങളല്ല എന്റെ മകനും കിട്ടണം എന്നും, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ഏതൊരു മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. പക്ഷെ ആ പെർഫെക്ഷൻ
നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതൊരു ഫെയിലിയർ ആയിട്ട് കാണരുത്. ഇറ്റ് ഇസ് നോട്ട് സോ എന്താ പറയാ പെർഫെക്റ്റ് ആവാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. പക്ഷെ കർത്താവിനെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എല്ലാവരും ഇതിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് എവറിബഡി, and especially thank you so much Dr. Selin for spending such an amazing time with us. And as നമ്മുടെ viewer പറഞ്ഞതുപോലെ such a meaningful session ആയിരുന്നു. True, indeed it was a meaningful session. Especially നമ്മള് കുറെ ഡൗട്ട്സും ആൾക്കാരുടെ കുറെ എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ആൻസർ ചെയ്തു. ആൻഡ് സച്ച് എന്താ പറയുക കാം ആയിട്ടും വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ അത്രയും ആൻസർ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. ആൻഡ് ഐ നോ യു ആർ വെരി ബിസി, സ്റ്റിൽ ഈ ഒരു ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഇരട്ടി പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്റ്റെഫി. മൈ പ്ലഷർ. ഓക്കെ, അപ്പം വ്യൂവേഴ്സിനോടാണ് പറയുന്നത്, നമ്മൾ ഇനി അടുത്ത സെക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓടിയതും അധ്വാനിച്ചതൊന്നും വെറുതെ ആവരുത്, സകലതും ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളൊരു സെഷനുമായിട്ട് ഇനിയും വരുന്നുണ്ട് വിത്ത് ഡോക്ടർ സുമ. ഷീ വിൽ ബി ഡൂയിങ് എ സെഷൻ ഓൺ പോസ്റ്റ്പാൻഡം, അല്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഡിപ്രഷനും അബോർഷൻ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ടു ഒരു സെഷൻ നമ്മൾ വരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ കിഡ്സിന്റെ സെഷൻ നമ്മൾ മറന്നിട്ടില്ല, കിഡ്സിന്റെ സെഷനുമായിട്ട് വരുന്നതായിരിക്കും. ഒബ്വിയസ്ലി കിഡ്സ് ബൈബിൾ ഷെയറിംഗ് സ്റ്റോറി ആയിരിക്കും പറയുന്നത്. ആ ഒരു സെഷൻ നമ്മൾ മറന്നിട്ടില്ല, ആ സെഷൻ വരുന്നതായിരിക്കും. അപ്ലിഫ്റ്റിംഗ് സോൾസ് ഉണ്ട്. സോ വെയിറ്റ് ഫോർ ഓൾ ദി അമേസിംഗ് സെഷൻസ്. നമ്മൾ ഇനി വരുന്ന സെഷനൊക്കെ വെയിറ്റ് ചെയ്യാതിരിക്കുക. താങ്ക് യു സോ മച്ച് അഗെയിൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗുഡ് നൈറ്റ്.